ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 24 അധ്യായം സൂറത്തുൻ നൂറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ 57 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 58, 59 എന്നീ 2 ആയത്തുകൾ നമുക്ക് നോക്കാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലസീന ആമനൂ ലിയസ്തഅസിൻകുമുല്ലസീന മലകത് അയ്മാനുകും വല്ലസീന ലം യബ്ലുഗുൽ ഹുലുമ മിൻകും സലാസ മർറാത്ത് മിൻ ഖബ്ലി സ്വലാത്തിൽ ഫജ്രി വഹീന തദഊന സിയാബകും മിനൽ ളഹീറതി വമിൻ ബഅദി സ്വലാത്തിൽ ഇശാ സലാസു ഔറാത്തിൽ ലക്കും ലൈസ അലൈക്കും വലാ അലൈഹിം ജുനാഹും ബഅദഹുൻ തുവാഫൂന അലൈക്കും ബഅദുകും അലാ ബഅദ് കദാലിക യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാത്ത് വല്ലാഹു അലീമുൻ ഹകീം. وإذا بلغ الأطفال منكم الحلم فليستأذنوا كما استأذن الذين من قبلهم كذلك يبين الله لكم آياته والله عليم حكيم. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ മാർഗനിർദ്ദേശങ്ങളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളെയൊക്കെ ഈ ലോകത്ത് ശത്രുക്കൾ ആരെങ്കിലും പരാജയപ്പെടുത്തും എന്ന് താങ്കൾ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല എന്ന് അള്ളാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന കാര്യം. ശേഷം അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലസീന ആമനു ലിയസ്തഅസിൻകുമുല്ലസീന മലകത് ഐമാനുക്കും വല്ലസീന ലം യബ്ലുഗുൽ ഹുലുമ മിൻകും സലാസ മർറാത്ത്. യാ അയ്യുഹല്ലസീന ആമനു, ആമന വിശ്വസിച്ചു, ആമനു അവർ വിശ്വസിച്ചു, അല്ലസീന ആമനു, അല്ലസീന എന്ന് ചേർക്കുമ്പോൾ അങ്ങനെയുള്ളവരായ ഒരു കൂട്ടർ, അങ്ങനെയുള്ളവർ എന്നുള്ള അർത്ഥം കിട്ടും. അപ്പോൾ ആമനു അവർ വിശ്വസിച്ചു എന്നുള്ളതിൻ്റെ കൂടെ അല്ലസീന അങ്ങനെയുള്ളവരായ ഒരു കൂട്ടർ എന്ന് പറയുമ്പോൾ വിശ്വസിച്ചവരായ ഒരു കൂട്ടർ, അതായത് വിശ്വാസികൾ, വിശ്വസിച്ചവർ, സത്യവിശ്വാസികൾ. അതിൻ്റെ മുമ്പിൽ യാ അയ്യുഹ എന്ന് ചേർക്കുമ്പോൾ അത് ഒരു വിളിക്കാനുള്ള പദപ്രയോഗമാണ്. അപ്പോൾ അതൊരു വിളിക്കലായിട്ട് മാറും. യാ അയ്യുഹല്ലസീന ആമനു, വിശ്വാസികളെ, വിശ്വസിച്ചവരെ, സത്യവിശ്വാസികളെ. വിശ്വാസികൾ എന്നുള്ളതിന് മുമ്പിൽ യാ അയ്യുഹാൻ ചേർക്കുമ്പോൾ വിശ്വാസികളെ. ലിയസ്തഅസിൻകും, ഇസ്തഅസന എന്ന് പറഞ്ഞാൽ അനുവാദം ചോദിച്ചു, സമ്മതം ചോദിച്ചു, അനുവാദം തേടി എന്നൊക്കെയാണ്. അതിൻ്റെ മുമ്പിൽ ലീ വരുമ്പോൾ ലിയസ്തഅസിൻ, അനുവാദം ചോദിക്കട്ടെ, സമ്മതം ചോദിക്കട്ടെ. കും, നിങ്ങളോട്. ലിയസ്തഅസിൻകും, നിങ്ങളോട് സമ്മതം ചോദിച്ചു കൊള്ളട്ടെ, നിങ്ങളോട് അനുവാദം ചോദിച്ചു കൊള്ളട്ടെ. ആര്? അല്ലസീന മലക്കത്ത് ഐമാനുക്കും. മലക്ക എന്ന് പറഞ്ഞാൽ ഉടമപ്പെടുത്തി. മലക്കത്ത് അവസാനത്തിൽ താഴ് ചേർക്കാനുള്ള കാരണം ആ പദത്തെ സ്ത്രീലിംഗാക്കിയതാണ്. കാരണം അതിന് ശേഷം വരുന്ന എന്തിനെക്കുറിച്ചാണോ അത് പറയുന്നത് അത് സ്ത്രീലിംഗം ആയതുകൊണ്ടാണ്. മലക്കത്ത് ഉടമപ്പെടുത്തി. അതിനു മുമ്പിൽ അല്ലസീന എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളവരായൊരു കൂട്ടർ. അല്ലസീന മലക്കത്ത് ഉടമപ്പെടുത്തിയവർ. എന്ത്? ഐമാനുക്കും. യമീൻ എന്നുള്ളതിൻ്റെ ബഹുജനമാണ് ഐമാൻ. യമീൻ എന്ന് പറഞ്ഞാൽ വലതുവശം, വലതു ഭാഗം, വലത് കൈ. ഐമാൻ വലത് കൈകൾ, വലം കൈകൾ. കും നിങ്ങളുടെ, ഐമാനുക്കും നിങ്ങളുടെ വലം കൈകൾ. അപ്പോൾ അല്ലസീന മലക്കത്ത് ഐമാനുക്കും, നിങ്ങളുടെ വലം കൈകൾ ഉടമപ്പെടുത്തിയവർ. സാധാരണഗതിയിൽ അടിമകളെക്കുറിച്ചാണ് അങ്ങനെ പറയാം. വല്ലസീന ലം യബ്ലുഗുൽ ഹുലുമ. ബലഗ എന്ന് പറഞ്ഞാൽ എത്തി, യബ്ലുഗു എത്തും, എത്തുന്നു. യബ്ലുഗൂന അവർ എത്തും, അവർ എത്തുന്നു. അതിന് മുമ്പിൽ ലം വരുമ്പോൾ ലം യബ്ലുഗു, എത്തിയിട്ടില്ല, അവർ എത്തിയിട്ടില്ല. അതിന് മുമ്പിൽ ഒരു അല്ലസീനയുണ്ട്, എത്തിയിട്ടില്ലാത്തവർ. അതിൻ്റെയും മുമ്പിൽ ഒരു വാവുണ്ട്. അപ്പോൾ എത്തിയിട്ടില്ലാത്തവരും. എന്ത് എത്തിയിട്ടില്ലാത്തവരും? അൽ ഹുലുമ. ഹുലുമ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തി, അല്ലെങ്കിൽ ബുദ്ധി, തൻ്റെ ഇടം, പക്വത എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ വല്ലസീന ലം യബ്ലുഗുൽ ഹുലുമ, പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്തവരും അല്ലെങ്കിൽ ബുദ്ധി എത്തിയിട്ടില്ലാത്തവരും. മിൻകും നിങ്ങളിലെ, നിങ്ങളിൽപ്പെട്ട. സലാസ മറാത്ത്, സലാസ മൂന്ന്,
മറാത്ത്, മറത്തുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് മറാത്ത്. സമയം അല്ലെങ്കിൽ പ്രാവശ്യം അങ്ങനെയൊക്കെ അർത്ഥമുണ്ട്. ഇവിടെ സമയം അല്ലെങ്കിൽ സന്ദർഭം എന്നൊക്കെ അർത്ഥം കൊടുക്കാം. സലാസ മറാത്ത്, 3 സന്ദർഭങ്ങളിൽ, 3 സമയങ്ങളിൽ. മിൻ ഖബിലി സ്വലാത്തിൽ ഫജിരി, ഖബിൽ എന്ന് പറഞ്ഞാൽ മുമ്പ്, മിൻ ഖബിലി അവിടെ മുമ്പിൽ നിന്ന് എന്ന് പറയേണ്ട ആവശ്യമില്ല. മലയാളത്തിൽ നമുക്ക് പറയുമ്പോൾ മിൻ ഖബിലി മുമ്പായിട്ട്. ഏതിൻ്റെ മുമ്പായിട്ട്? സ്വലാത്തിൽ ഫജിരി, സ്വലാത്ത് നിസ്കാരം, ഫജ്ർ പ്രഭാതം, സ്വലാത്തിൽ ഫജിരി പ്രഭാത നിസ്കാരം. മിൻ ഖബിലി സ്വലാത്തിൽ ഫജിരി പ്രഭാത നിസ്കാരത്തിൻ്റെ മുമ്പായിട്ട്. വഹീന തദഊന സിയാബക്കും മിനൽ ലഹീറത്തി, വഹീന, ഹീന എന്ന് പറഞ്ഞാൽ സമയം, വഹീന ആ സമയത്തും. ഏത് സമയത്ത്? തദഊന, വദ എന്ന് പറഞ്ഞാൽ വെച്ചു, താഴെ വെച്ചു എന്നുള്ള രൂപത്തിലാണത് പറയാം. അപ്പോൾ എടുത്തു വെച്ചു അല്ലെങ്കിൽ മാറ്റി വെച്ചു എന്നൊക്കെ അർത്ഥം കൊടുക്കാം. യദഉ മാറ്റി വെക്കും, മാറ്റി വെക്കുന്നു, അല്ലെങ്കിൽ താഴെ വെക്കും, താഴെ വെക്കുന്നു. തദഉ നീ മാറ്റി വെക്കും, നീ മാറ്റി വെക്കുന്നു, നീ എടുത്തു വെക്കും, നീ എടുത്തു വെക്കുന്നു. തദഊന നിങ്ങൾ എടുത്തു വെക്കും, നിങ്ങൾ എടുത്തു വെക്കുന്നു, നിങ്ങൾ മാറ്റി വെക്കും, നിങ്ങൾ മാറ്റി വെക്കുന്നു. സിയാബക്കും, സൗബ് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് സിയാബ്, സൗബ് വസ്ത്രം, സിയാബ് വസ്ത്രങ്ങൾ. സിയാബക്കും നിങ്ങളുടെ വസ്ത്രങ്ങളെ. അപ്പോൾ വഹീന തദഊന സിയാബക്കും നിങ്ങളുടെ വസ്ത്രങ്ങളെ എടുത്തു വെക്കുന്ന സമയത്തും അല്ലെങ്കിൽ നിങ്ങളുടെ വസ്ത്രങ്ങളെ അഴിച്ചു വെക്കുന്ന സമയത്തും. മിനൽ ലഹീറത്തി ഉച്ചയിലായി, ഉച്ചാസമയത്തായി. ലഹീറത്ത് എന്ന് പറഞ്ഞാൽ ലുഹറിൻ്റെ സമയം, ഉച്ചാസമയം. മിനൽ ലഹീറത്തി ഉച്ചയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഉച്ചാസമയത്ത്. വമിൻ ബഅദി സ്വലാത്തിൽ ഇശാ, വാവ് അത്തിഫിൻ്റെ വാവാണ് എന്നർത്ഥത്തിൽ. മിൻ ബഅദി, നേരത്തെ മിൻ ഖബിലി എന്ന് പറഞ്ഞ പോലെ മിൻ ബഅദി ശേഷമായിക്കൊണ്ട്. ബഅദ എന്ന് പറഞ്ഞാൽ ശേഷം, മിൻ ബഅദി ശേഷമായിക്കൊണ്ട് അല്ലെങ്കിൽ ശേഷം. സ്വലാത്തിൽ ഇശാ, സ്വലാത്ത് നിസ്കാരം, ഇശാ ഇശാ തന്നെ. അപ്പോൾ സ്വലാത്തിൽ ഇശാ ഇശാ നിസ്കാരം. വമിൻ ബഅദി സ്വലാത്തിൽ ഇശാ ഇശാ നിസ്കാരത്തിൻ്റെ ശേഷവും. സലാസു ഔറാത്തില്ലക്കും, സലാസു 3, ഔറാത്ത്, ഔറത്ത് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഔറാത്ത്. ഔറത്ത് എന്ന് പറഞ്ഞാൽ സ്വകാര്യമായ ഭാഗം, സ്വകാര്യ സമയം, സ്വകാര്യ സ്ഥലം, അങ്ങനെയൊക്കെ അർത്ഥമുണ്ട്. മറ്റുള്ളവർ കാണാൻ അനുവദിക്കാൻ പാടില്ലാത്ത അത്തരം ഭാഗങ്ങളെയൊക്കെ ഔറത്ത് എന്നുള്ള രൂപത്തിൽ പറയും. അത്തരം സ്ഥലങ്ങളും അത്തരം സമയങ്ങളൊക്കെ നമുക്ക് ആ രൂപത്തിൽ പറയാം. അപ്പോൾ സലാസു ഔറാത്ത് 3 ഗോപ്യമായ സമയങ്ങൾ അല്ലെങ്കിൽ 3 സ്വകാര്യ സമയങ്ങൾ. ലക്കും നിങ്ങൾക്ക്. ലൈസ അലൈക്കും, ലൈസ ഇല്ല, അലൈക്കും നിങ്ങളുടെ മേൽ, അല മേൽ, കും നിങ്ങളുടെ. ലൈസ അലൈക്കും നിങ്ങളുടെ മേൽ ഇല്ല. വല അലൈഹിം അവരുടെ മേലും ഇല്ല. വാവ് അത്തിഫിൻ്റെ വാവാണ്. ല എന്ന് പറഞ്ഞാൽ ഇല്ല, അലൈഹിം അവരുടെ മേൽ, അല മേൽ, ഹിം അവരുടെ. വല അലൈഹിം അവരുടെ മേലും ഇല്ല. ജുനാഹുൻ കുറ്റം അല്ലെങ്കിൽ തെറ്റ്. ബഅദ ഹുന്ന, ബഅദ ശേഷം, ഹുന്ന അവയുടെ, അവക്ക്. ബഅദ ഹുന്ന അവക്ക് ശേഷം, അവയുടെ ശേഷം, ആ 3 സമയങ്ങളുടെ ശേഷം. തവ്വാഫൂന, തവ്വാഫൂൻ എന്ന് പറഞ്ഞാൽ ധാരാളമായി തവാഫ് ചെയ്യുന്നവർ എന്നാണ്. അപ്പോൾ ധാരാളമായി ചുറ്റിപ്പറ്റി നടക്കുന്നവർ, ചുറ്റി നടക്കുന്നവർ എന്നുള്ള രൂപത്തിലാണ് അതിൻ്റെ അർത്ഥം കിട്ടുക. നമ്മൾ പറയുമ്പോൾ ചുറ്റിപ്പറ്റി നടക്കുന്നവർ എന്നുള്ള അർത്ഥം കൊടുക്കാം. തവാഫുന ധാരാളമായി ചുറ്റിപ്പറ്റി നടക്കുന്നവർ. അലൈക്കും നിങ്ങളിലൂടെ, നിങ്ങളുടെ മേൽ എന്ന് പറഞ്ഞാൽ നിങ്ങളിലൂടെ. ബഅ്ദുക്കും അല ബഅ്ദ്, ബഅ്ദുക്കും നിങ്ങളിൽ ചിലർ. ബഅ്ദ് എന്ന് പറഞ്ഞാൽ ചിലർ, കും നിങ്ങളിൽ. ബഅ്ദുക്കും നിങ്ങളിൽ ചിലർ. അല ബഅ്ദിൻ, അല മേൽ, ബഅ്ദിൻ ചിലരുടെ. അല ബഅ്ദിൻ ചിലരുടെ മേൽ എന്ന് പറഞ്ഞാൽ ചിലരിലൂടെ. അപ്പോൾ നിങ്ങളിൽ ചിലർ, ചിലരിലൂടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പരസ്പരം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പരസ്പരം ചുറ്റി നടക്കുന്നവരാണ്, ചുറ്റിപ്പറ്റി ജീവിക്കുന്നവരാണെന്നുള്ള ഉദ്ദേശത്തിൽ. കദാലിക അപ്രകാരം, യുബയ്യിനുല്ലാഹു ബയ്യന വിവരിച്ചു അല്ലെങ്കിൽ വിശദീകരിച്ചു, യുബയ്യിനു വിവരിക്കും, വിവരിക്കുന്നു, വിശദീകരിക്കും, വിശദീകരിക്കുന്നു. ആര്? അള്ളാഹു. യുബയ്യിനുല്ലാഹു അള്ളാഹു വിവരിക്കുന്നു. ലക്കും നിങ്ങൾക്ക്, അൽ ആയാത്ത് വചനങ്ങളെ അല്ലെങ്കിൽ ദൃഷ്ടാന്തങ്ങളെ. കദാലിക യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാത്ത് അപ്രകാരം അള്ളാഹു നിങ്ങൾക്ക് ആയത്തുകൾ വിശദീകരിച്ചു തരുന്നു, വിവരിച്ചു തരുന്നു, അല്ലെങ്കിൽ വചനങ്ങൾ വിവരിച്ചു തരുന്നു. വല്ലാഹു അലീമുൻ ഹക്കീം, വാവ് ഇസ്തിനാഫിയുടെ വാവാണ്, പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കേണ്ട.
വല്ലാഹു അല്ലാഹു അലീമുൻ എല്ലാം അറിയുന്നവനാണ്, സർവജ്ഞനാണ്, എല്ലാറ്റിനെക്കുറിച്ചും അറിവുള്ളവനാണ്. ഹക്കീം അഗാധമായി അറിയുന്നവനാണ് അല്ലെങ്കിൽ യുക്തിയുള്ളവനാണ്. വല്ലാഹു അലീമുൻ ഹക്കീം, അള്ളാഹു സർവജ്ഞനും യുക്തിജ്ഞനുമാണ് അല്ലെങ്കിൽ സർവജ്ഞനും അഗാധജ്ഞനുമാണ്. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം യാ അയ്യുഹല്ലസീന ആമനു ലിയസ്തദിൻകുമുല്ലസീന മലക്കത്ത് ഐമാനുക്കും വല്ലസീന ലം യബ്ലുഗുൽ ഹുൽമ മിൻകും സലാസ മർറാത്ത്. സത്യവിശ്വാസികളെ, നിങ്ങളുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയവരും പ്രായപൂർത്തി അല്ലെങ്കിൽ തൻ്റെ ഇടം എത്താത്തവരും 3 സമയങ്ങളിൽ നിങ്ങളോട് അനുവാദം ചോദിച്ചു കൊള്ളട്ടെ. മീൻ ഖബിലി സ്വലാത്തിൽ ഫജ്രി വഹീന തദഊന സിയാബക്കും മിനൽ ലഹീറത്തി വമിൻ ബഅദി സ്വലാത്തിൽ ഇഷാ. പ്രഭാത നിസ്കാരത്തിൻ്റെ മുമ്പും ഉച്ചാസമയത്ത് വസ്ത്രം മാറ്റിവെക്കുന്ന സമയത്തും ഇഷാ നിസ്കാരത്തിൻ്റെ ശേഷവും. സലാസു ഔറാത്തില്ലക്കും, ഇത് 3 സ്വകാര്യ സമയങ്ങളാകുന്നു. ലൈസ അലൈക്കും വല അലൈഹിം ജുനാഹുൻ ബഅദഹുന്ന, അവയ്ക്ക് ശേഷം നിങ്ങളുടെ മേലോ അവരുടെ മേലോ യാതൊരു കുറ്റവുമില്ല. തവാഫൂന അലൈക്കും ബഅലുക്കും അലാ ബഅദ്, നിങ്ങളിൽ ചിലർ ചിലരിലൂടെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നവരാണല്ലോ. കദാലിക യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാത്ത്, അപ്രകാരം അള്ളാഹു ദൃഷ്ടാന്തങ്ങളെ, വചനങ്ങളെ, ആയത്തുകളെ വിവരിച്ചു തരുന്നു. വല്ലാഹു അലീമുൻ ഹക്കീം, അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിജ്ഞനുമാകുന്നു. അടുത്ത ആയത്ത് വഇദാ ബലഗൽ അത്ഫാലു മിൻകുമുൽ ഹുലുമ. വഇദാ ബലഗ, ബലഗ എന്ന് പറഞ്ഞാൽ എത്തി, ഇദാ ബലഗ എത്തിയാൽ, ഇദാ ജാ നസ്റുല്ലാഹി നമ്മൾ പഠിച്ചതല്ലേ, ജാ വന്നു, ഇദാ ജാ വന്നാൽ എന്നുള്ള രൂപത്തിൽ. അപ്പോൾ ബലഗ എത്തി, ഇദാ ബലഗ എത്തിയാൽ. വഇദാ ബലഗ അത് തൊട്ട് മുമ്പത്തെ ആയത്തിലേക്ക് ചേർക്കാനുള്ള വാവാണ്, അത്തിഫിൻ്റെ വാവാണ്. ആ പറഞ്ഞ ആയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല ഇനി പറയുന്നതും. വഇദാ ബലഗ എത്തിയാൽ, അൽ അത്ഫാലു ആര്? കുട്ടികൾ. തിഫിൽ എന്നുള്ളതിൻ്റെ ബഹുജനമാണ് അത്ഫാൽ, അത് ആൺകുട്ടിയും പെൺകുട്ടിയും പെടും തിഫിൽ എന്ന് പറയുമ്പോൾ. മിൻകും നിങ്ങളിലെ, അപ്പോൾ നിങ്ങളുടെ കുട്ടികൾ എത്തിയാൽ അല്ലെങ്കിൽ നിങ്ങളിലെ കുട്ടികൾ എത്തിയാൽ. എന്തെത്തിയാൽ? അൽ ഹുലുമ പ്രായപൂർത്തി അല്ലെങ്കിൽ തൻ്റെ ഇടം അല്ലെങ്കിൽ ബുദ്ധി. ഫൽ യസ്തഅ്ദിനു, അത് ശരിക്ക് ഫ ലി യസ്തഅ്ദിനു എന്നാണ്. ഇസ്തഅ്സന എന്ന് പറഞ്ഞാൽ അനുവാദം ചോദിച്ചു, യസ്തഅ്ദിനു അനുവാദം ചോദിക്കും, അനുവാദം ചോദിക്കുന്നു. യസ്തഅ്ദിനൂന അവർ അനുവാദം ചോദിക്കും, അവർ അനുവാദം ചോദിക്കുന്നു. ആ യസ്തഅ്ദിനൂന എന്നുള്ളതിൻ്റെ മുമ്പിൽ ലി വരുമ്പോൾ അവസാനത്തെ നൂന് പോവും, ലി യസ്തഅ്ദിനു എന്നാവും. അവർ അനുവാദം ചോദിക്കട്ടെ, അതൊരു കൽപ്പനക്രിയയായിട്ട് മാറും. അപ്പോൾ ഫൽ യസ്തഅ്ദിനു, അപ്പോൾ അവർ അനുവാദം ചോദിക്കട്ടെ. ഏതുപോലെ? കമാ പോലെ, ഇസ്തഅ്സന അനുവാദം ചോദിച്ച, കമസ്തഅ്സന അനുവാദം ചോദിച്ച പോലെ. കമ എന്ന് പറഞ്ഞാൽ പോലെ, ഇസ്തഅ്സന അനുവാദം ചോദിച്ചു, അപ്പോൾ കമസ്തഅ്സന അനുവാദം ചോദിച്ച പോലെ. ആര്? അല്ലസീന മിൻ ഖബ്ലിഹിം, അല്ലസീന അങ്ങനെയുള്ളവരായ ഒരു കൂട്ടർ. അത് ഇനി ശേഷം പറയുന്ന കാര്യത്തിലേക്കാണ് ചേർക്കേണ്ടത്. മിൻ ഖബ്ലിഹിം, മിൻ ഇൽ നിന്ന്, ഖബ്ലിഹിം, ഖബ്ലിഹിം അല്ലെങ്കിൽ ഖബ്ലുഹും എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് മുമ്പ്. ഖബ്ല എന്ന് പറഞ്ഞാൽ മുമ്പ്, ഹും അല്ലെങ്കിൽ ഹിം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക്. അപ്പോൾ അല്ലസീന മിൻ ഖബ്ലിഹിം അവർക്ക് മുമ്പുള്ളവർ എന്നർത്ഥം. അവിടെ മിൻ എന്നുള്ളതിന് അർത്ഥം കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അവർക്ക് മുമ്പുള്ളവരിൽ നിന്ന് എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അവർക്ക് മുമ്പുള്ളവർ. കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാത്തിഹി വല്ലാഹു അലീമുൻ ഹക്കീം. ശരിക്ക് ഇത്രയും ഭാഗത്തിൻ്റെ അർത്ഥം ഇനി പറയേണ്ട ആവശ്യമില്ല, തൊട്ട് മുമ്പുള്ള ആയത്തിൽ ഇതിൻ്റെ ഏറെക്കുറെ ഇതുപോലെയുള്ളൊരു ഭാഗം വന്നിട്ടുണ്ട്. കദാലിക അപ്രകാരം, യുബയ്യിനുല്ലാഹു അള്ളാഹു വിവരിക്കുന്നു, ലക്കും നിങ്ങൾക്ക്, ആയാത്തിഹി അവിടെ നേരത്തെ ആയത്തിൽ ലക്കുമുൽ ആയാത്ത് എന്നായിരുന്നു, ഇവിടെ ആയാത്തിഹി. ആയാത്തിഹി എന്ന് പറഞ്ഞാൽ അവൻ്റെ ആയത്തുകൾ, ആയാത്ത് വചനങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ. ആയാത്തുഹു, ആയാത്തിഹി എന്നൊക്കെ പറഞ്ഞാൽ അവൻ്റെ ആയത്തുകൾ, അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ, അവൻ്റെ വചനങ്ങൾ. വല്ലാഹു അലീമുൻ ഹക്കീം, അള്ളാഹു അലീം എല്ലാം അറിയുന്നവനാണ്, ഹക്കീം അഗാധമായി അറിയുന്നവനാണ് അല്ലെങ്കിൽ യുക്തിജ്ഞനാണ്. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം വഇദാ ബലഗൽ അത്ഫാലു മിൻകുമുൽ ഹുലുമ, നിങ്ങളിലെ കുട്ടികൾ അവർ പ്രായപൂർത്തിയെത്തിയാൽ അല്ലെങ്കിൽ അവർ പക്വതെത്തിയാൽ, അവർ തൻ്റെ ഇടം എത്തുന്ന പ്രായമെത്തിയാൽ, ഫൽ യസ്തഅ്ദിനു കമസ്തഅ്ദന അല്ലദീന മിൻ ഖബ്ലിഹിം അവർക്ക് മുമ്പുള്ളവർ അനുവാദം ചോദിച്ച പോലെ അവരും അനുവാദം ചോദിച്ചു കൊള്ളട്ടെ. കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാത്തിഹി,
അപ്രകാരം അള്ളാഹു അവൻ്റെ വചനങ്ങളെ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു. വല്ലാഹു അലീമുൻ ഹക്കീം, അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിജ്ഞനുമാകുന്നു. ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം. എന്താണ് ഈ 2 ആയത്തുകളിലൂടെ അള്ളാഹു പറയുന്ന നിയമം? ഇത് ആരോടാണ് പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനു, ഈമാൻ കൈക്കൊണ്ടവരെ, വിശ്വാസം കൈക്കൊണ്ടവരെ, വിശ്വസിച്ചവരെ എന്ന് വിളിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ വിശ്വാസികൾ പാലിക്കൽ നിർബന്ധമുള്ള കാര്യമാണ്. സത്യവിശ്വാസം സ്വീകരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിക്കണമല്ലോ. എന്തൊക്കെ നിയമങ്ങളാണ് പാലിക്കേണ്ടതെന്നുള്ള അള്ളാഹു പറയും. അതൊന്നും സത്യവിശ്വാസികൾക്കൊരു പ്രയാസമല്ല. അവരത് സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിക്കുക. കാരണം അള്ളാഹുവിൻ്റെ അടുത്ത് സ്വർഗം കിട്ടാനുള്ള മാർഗങ്ങൾ അള്ളാഹു പറഞ്ഞു തരികയാണ്. അപ്പോൾ ഈമാനിൻ്റെ ഭാഗമാണത്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, വിശ്വാസം കൈക്കൊണ്ടവരെ. എന്താണ് ചെയ്യേണ്ട കാര്യം? ലി യസ്തദിൻകുമുല്ലദീന മലക്കത്ത് ഐമാനുക്കും വല്ലദീന ലം യബ്ലുഗുൽ ഹുൽമ മിൻകും സലാസ മർറാത്ത്. 3 സമയങ്ങളിൽ നിങ്ങളിലെ കുട്ടികളും അതേപോലെ തന്നെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയവരും നിങ്ങളോട് അനുവാദം ചോദിക്കണം. അവർ അനുവാദം ചോദിച്ചു കൊള്ളട്ടെ. ഏതൊക്കെയാണ് 3 സമയം? മീൻ ഖബ്ലി സ്വലാത്തിൽ ഫജ്രി, പ്രഭാത നിസ്കാരത്തിൻ്റെ മുമ്പ്, വഹീന തദഊന സിയാബക്കും മിനൽ ലഹീറത്തി, ഉച്ചാസമയത്ത് വസ്ത്രം അഴിച്ചു വെക്കുന്ന സമയത്ത്, വമിൻ ബഅദി സ്വലാത്തിൽ ഇഷാ, ഇഷാ നിസ്കാരത്തിൻ്റെ ശേഷവും. സലാസു ഔറാത്തില്ലക്കും, അത് നിങ്ങൾക്കുള്ള 3 സ്വകാര്യ സമയങ്ങളാകുന്നു, ഗോപ്യ സമയങ്ങളാകുന്നു. ഇവിടെ അള്ളാഹു സത്യവിശ്വാസികൾക്ക് കൃത്യമായി ചില നിയമങ്ങൾ പഠിപ്പിക്കുകയാണ്. അടിമകളായിട്ടുള്ള ആളുകളെയാണ് സാധാരണഗതിയിൽ വലങ്കൈകൾ ഉടമപ്പെടുത്തിയവർ എന്ന് പറയാം. എന്നാൽ ഇന്നത്തെ കാലത്ത് ഭൃത്യന്മാർ, വേലക്കാർ എന്നുള്ള രൂപത്തിലൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിനർത്ഥം കൊടുക്കാം. അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ സാധാരണയായിട്ട് മറ്റുള്ളവരോട് കൂടി ഇടപഴകി ജീവിക്കുന്നവർ, അതാണല്ലോ ഭൃത്യന്മാർ, വേലക്കാർ, അല്ലെങ്കിൽ പണ്ട് കാലങ്ങളിലാണെങ്കിൽ അടിമകളായിട്ടുള്ള ആളുകൾ. അതേപോലെ ചെറിയ കുട്ടികൾ. എന്താ ചെറിയ കുട്ടികളുടെ പ്രത്യേകത? അവർ ഒരു റൂമിൽ നിന്ന് മറ്റേ റൂമിലേക്ക് ഓടും, മേലെ നിന്ന് താഴേക്ക് ഓടും, ഓരോ വാഷ്റൂമിലും മറ്റുമൊക്കെ അവരിങ്ങനെ അടുക്കളയിലും ഡൈനിങ് ഹാളിലും എല്ലാ സ്ഥലത്തും അവർ ഓടിക്കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇവർ എല്ലാ സമയത്തും എല്ലായിടത്തും എത്തുന്ന ആളുകളാണ് ഈ 2 കൂട്ടർ. അവരെ അള്ളാഹു എടുത്തു പറയാണ്, അവരെ പോലും നിയന്ത്രിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയണ്ടല്ലോ. ഈ ചെറിയ കുട്ടികളെയും അടിമകളായിട്ടുള്ള ആളുകളെയും അവർ സദാ എല്ലായിടത്തും എത്തുന്നവരാണ്, അതിന് സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കുന്ന ആളുകളാണ്. അവരെ പോലും നിയന്ത്രിക്കണം, അവർ പോലും സമ്മതം ചോദിക്കണം 3 സമയങ്ങളിൽ. എല്ലാ സമയത്തും സമ്മതം ചോദിക്കുക എന്ന് പറഞ്ഞാൽ അത് ജീവിതം തന്നെ പ്രയാസമാവും. അതുകൊണ്ട് 3 സമയം അള്ളാഹു നിശ്ചയിച്ചു തന്നിരിക്കുകയാണ്. ആ 3 സമയങ്ങളിൽ അവർ പോലും അനുവാദം ചോദിക്കേണ്ടതുണ്ട്. അപ്പോൾ എങ്ങോട്ട് വരുമ്പോൾ അനുവാദം ചോദിക്കണം, എങ്ങനെയുള്ള അനുവാദം, അതൊന്നും ഇവിടെ പറയുന്നില്ല. പക്ഷേ അതിൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട്. ഒന്ന്, മീൻ ഖബ്ലി സ്വലാത്തിൽ ഫജ്രി, പ്രഭാത നിസ്കാരത്തിൻ്റെ മുമ്പ്, വഹീന തദഊന സിയാബക്കും മിനൽ ലഹീറ, ഉച്ചാസമയത്ത് വസ്ത്രം മാറ്റുന്ന അല്ലെങ്കിൽ വസ്ത്രം എടുത്തു വെക്കുന്ന, വസ്ത്രം അഴിച്ചു വെക്കുന്ന സമയത്ത്, വമിൻ ബഅദി സ്വലാത്തിൽ ഇഷാ, ഇഷാ നിസ്കാരത്തിൻ്റെ ശേഷവും. എന്താണ് ഈ 3 സമയങ്ങളുടെ പ്രത്യേകത? ഈ 3 സമയങ്ങളും ആളുകൾ, പ്രത്യേകിച്ച് പണ്ടുള്ള അറബികളൊക്കെ, വസ്ത്രം പൂർണ്ണമായ രൂപത്തിലൊന്നും ധരിക്കാത്തൊരു സമയമാണ്. ഒന്ന്, സുബഹി നിസ്കാരത്തിൻ്റെ മുമ്പ്, ഉറങ്ങുന്ന സമയമാണല്ലോ സുബഹി നിസ്കാരത്തിൻ്റെ മുമ്പ്. പിന്നെ സുബഹിക്ക് അല്ലെങ്കിൽ അതിനു മുമ്പ് തഹജ്ജുദിനൊക്കെയാണ് എണീക്കുക. ആ എണീക്കുന്ന സമയത്ത് വസ്ത്രം മാറും. അപ്പോൾ അതുവരെ ഉറക്കത്തിലായിരിക്കും. ആ സമയത്ത് വസ്ത്രം എങ്ങനെയാണ് കിടക്കുക എന്നൊന്നും അറിയില്ലല്ലോ. ചെറിയ വസ്ത്രമൊക്കെ ആയിരിക്കും ധരിക്കുക രാത്രി കിടക്കുന്ന സമയത്ത്. നമ്മളും അങ്ങനെ തന്നെയല്ലേ. സാധാരണ പുറത്തേക്ക് ധരിക്കുന്ന തരത്തിലുള്ള വസ്ത്രമൊന്നുമല്ലല്ലോ രാത്രി ഉറങ്ങുമ്പോൾ ധരിക്കുക. അതേപോലെ വഹീന തദഊന സിയാബക്കും മിനൽ ലഹീറ, ഉച്ചാസമയത്ത് വസ്ത്രം എടുത്തു വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വസ്ത്രം മാറ്റുന്ന, വസ്ത്രം അഴിച്ചു വെക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് നല്ല ചൂടുള്ള കാലത്തൊക്കെ, ഈ നല്ല ചൂടുള്ള കാലത്തുള്ള ആ സമയത്തിനെയാണ് സാധാരണ ലഹീറ എന്നൊക്കെ പറയാം. അപ്പോൾ ആ നല്ല ചൂടുള്ള സമയത്തൊക്കെ വസ്ത്രം വളരെ കുറച്ച് മാത്രമേ ധരിക്കുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് ഒരു ഉച്ച മയക്കം, ഉച്ച ഉറക്കം പലർക്കും ഉണ്ടാവും. അപ്പോൾ ആ സമയത്തൊക്കെ വസ്ത്രം കൃത്യമായിട്ട് ആവണമെന്നില്ല. വമിൻ ബഅദി സ്വലാത്തിൽ ഇഷാ, ഇഷാ നിസ്കാരത്തിൻ്റെ ശേഷം കൂടുതൽ വൈകാതെ എല്ലാവരും ബെഡിലേക്ക് പോവും, ഉറങ്ങാൻ പോവും. അപ്പോൾ ആ സമയത്ത് അപ്പോഴും വസ്ത്രം മാറിയിട്ടായിരിക്കും ഉറങ്ങാൻ കിടക്കുന്നത്. അപ്പോൾ ഈ 3 സമയങ്ങളിൽ അടിമകളും അതുപോലെ കുട്ടികളും, അവർ പ്രായപൂർത്തി എത്താത്ത കുട്ടികൾ എന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ പക്വത എത്താത്ത, ബുദ്ധി എത്താത്ത കുട്ടികൾ എന്നാണ് പറഞ്ഞത്. അവിടെ ശരിക്കും കുട്ടികളെന്ന് പ്രയോഗിച്ചിട്ടില്ല.
ലം യബ്ലുഗുൽ ഹുലുമ എന്നേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ കുട്ടികൾ എന്നുള്ള പദപ്രയോഗം വന്നിട്ടില്ല. പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്തവർ, അതായത് ശാരീരികമായ വളർച്ച മാത്രമല്ലല്ലോ പ്രായപൂർത്തി എന്ന് പറയുമ്പോൾ. പ്രായപൂർത്തി എന്ന് പറയുമ്പോൾ ശരിക്ക് മാനസികമായ വളർച്ച കൂടെ അതിൽ പെടും. കാരണം ബുദ്ധി കൊണ്ടുള്ളൊരു പ്രായപൂർത്തി ഉണ്ടല്ലോ, ഒരു പക്വത, ഒരു തൻ്റെ ഇടം, കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനുള്ളൊരു വകതിരിവ് എന്ന് പറയില്ലേ. അപ്പോൾ അത് എത്താത്ത, അങ്ങനെയൊന്നും എത്താത്ത കുട്ടികൾ, അവർക്ക് കാര്യങ്ങളൊന്നും അറിയില്ല. അത്തരം കുട്ടികൾ പോലും ഈ സമയങ്ങളിൽ അനുവാദം ചോദിച്ചിട്ടേ നിങ്ങളുടെ അടുത്തേക്ക് വരാവൂ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കിടപ്പ് മുറിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്വകാര്യ മുറിയിലേക്ക് അവർ അനുവാദം ചോദിച്ചിട്ട് വേണം വരാൻ. ഇവിടെ നോക്കൂ നിങ്ങൾ, കുട്ടികളെ എന്ന് വിളിച്ചിട്ടോ അല്ലെങ്കിൽ അടിമകളെ എന്ന് വിളിച്ചിട്ടോ അല്ല സംസാരിക്കുന്നത്. ആരോടാണ് അള്ളാഹു അഭിസംബോധന ചെയ്യുന്നത്? യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, നിങ്ങളുടെ കുട്ടികൾ അങ്ങനെ ചെയ്യണം, നിങ്ങളുടെ അടിമകൾ അങ്ങനെ ചെയ്യണം. ആരോടാ പറയണത്? സത്യവിശ്വാസികളോട്. അപ്പോൾ ആ കുട്ടികളെ ആ രൂപത്തിൽ ആക്കൽ ആരുടെ പണിയാണ്? ആ ഉത്തരവാദിത്വം ആർക്കാണ്? അത് സത്യവിശ്വാസികൾക്കാണ്. അല്ലാതെ കുട്ടികളെ വിളിച്ചിട്ടോ അടിമകളെ വിളിച്ചിട്ടോ അല്ല അള്ളാഹു സംസാരിക്കുന്നത്, അവരോടല്ല കാര്യങ്ങൾ പറയുന്നത്. സത്യവിശ്വാസികളുടെ നിങ്ങളുടെ കുട്ടികൾ ഇങ്ങനെ ആവണം, നിങ്ങളുടെ അടിമകൾ ഇങ്ങനെ ആവണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അവരെ അങ്ങനെ ആക്കൽ. ആ രൂപത്തിൽ അവരെ പരിശീലിപ്പിക്കണം, ആ രൂപത്തിലാണ് അവരെ വളർത്തേണ്ടത് എന്നർത്ഥം. എന്നിട്ട് അള്ളാഹു പറയുന്നത് ലൈസ അലൈക്കും വല അലൈഹിം ജുനാഹുൻ ബഅദഹുന്ന, അവർക്ക് ശേഷം ആ 3 സമയങ്ങൾക്ക് ശേഷം അവരുടെ മേലോ നിങ്ങളുടെ മേലോ കുറ്റമൊന്നുമില്ല. അതിനുശേഷം പിന്നെ അവർക്ക് വരാം, അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാം. അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് വരാൻ പറ്റുന്നൊരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം എന്നാണ്. അവരോടല്ലല്ലോ കൽപ്പന, നമ്മളോടാ കൽപ്പന. അപ്പോൾ സത്യവിശ്വാസികളെ അതിനുശേഷം അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞാൽ അതിനുശേഷം അവർക്ക് വരാനുള്ളൊരു സാഹചര്യം നിങ്ങൾ ഒരുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തേക്ക് അവർ വരുന്നതിൽ തെറ്റില്ല. അതിനനുസരിച്ചുള്ള ഒരു രൂപത്തിൽ നിങ്ങൾ നിങ്ങളുടെ കിടപ്പുമുറികൾ ആ രൂപത്തിലേക്കാക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ആ രൂപത്തിൽ വസ്ത്രം ധരിക്കുക. അതിൻ്റെ കാരണം എന്താണ് പറഞ്ഞത്? തൊവാഫൂന അലൈക്കും ബഅദുക്കും അലാ ബഅദ്. കാരണം നിങ്ങളിൽ ചിലരിലൂടെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നവരാണല്ലോ, നിങ്ങളൊക്കെ പരസ്പരം ഇടപഴകി ജീവിക്കുന്നവരല്ലേ. ഒരേ വീട്ടിലെല്ലാവരും കൂടെ കഴിയുമ്പോൾ, കുട്ടികളും മറ്റൊക്കെ ഒന്നിച്ച് കഴിയുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ഇടപഴകി ജീവിക്കുന്നവർ അങ്ങനെ വരേണ്ടി വരും. പ്രത്യേകിച്ച് അടിമകളായ ആളുകൾക്ക്, വേലക്കാർക്ക്, ഭൃത്യന്മാർക്ക് പല കാര്യങ്ങളും ചോദിക്കാനൊക്കെ ഉണ്ടാവും. അതങ്ങനെ ചെയ്യട്ടെ, ഇതിങ്ങനെ ചെയ്യട്ടെ എന്നൊക്കെ ചോദിക്കാൻ, പല കാര്യങ്ങളും ചെയ്യണമെന്നുണ്ടെങ്കിൽ സമ്മതം ചോദിച്ചിട്ട് ചെയ്യേണ്ടി വരും. അതിനൊക്കെ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വരേണ്ടി വരും. കുട്ടികളാണെങ്കിൽ പറയും വേണ്ട, അവർ പിന്നെ എല്ലാ സമയത്തും വലിയ ആളുകളുടെ ഇടയിൽ കൂടെ അങ്ങനെ ഓടി നടക്കുന്നവരാണല്ലോ. അപ്പോൾ അവർ ഇടപഴകി ജീവിക്കുന്നവരാണ് നിങ്ങളിലൂടെ. അതുകൊണ്ട് നിങ്ങൾക്ക് ആ 3 സമയം കഴിഞ്ഞാൽ പിന്നീടുള്ള സമയത്ത് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിനോ നിങ്ങൾ അങ്ങോട്ട് പോകുന്നതിനോ ഒന്നും തെറ്റില്ല. കദാലിക യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാത്ത്, ഇപ്രകാരം അള്ളാഹു അവൻ്റെ ദൃഷ്ടാന്തങ്ങളെ, അവൻ്റെ ആയത്തുകളെ, അവൻ്റെ വചനങ്ങളെ വിവരിച്ചു തരുന്നു, നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു. വല്ലാഹു അലീമുൻ ഹക്കീം, അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, യുക്തിപരമായിട്ട് കാര്യങ്ങൾ അറിയുന്നവനുമാണ്. നമ്മുടെ യുക്തിക്കൊരു പക്ഷേ തോന്നും എന്തിനാണ് ഇപ്പം അങ്ങനെയൊക്കെ, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന്. പക്ഷേ അള്ളാഹുവാണ് നമുക്ക് പോലും യുക്തി നൽകിയവൻ. നമുക്ക് പോലും യുക്തി നൽകിയ ആ അള്ളാഹുവിൻ്റെ യുക്തി എത്ര വലുതായിരിക്കും. അതുകൊണ്ട് ആ അള്ളാഹുവാണ് ഏറ്റവും വലിയ യുക്തിമാൻ, അവനാണ് സർവജ്ഞൻ, എല്ലാം അറിയുന്നവൻ. അവനറിയാം എങ്ങനെയായിരിക്കണം ഒരു മനുഷ്യൻ്റെ ഏറ്റവും നല്ല ജീവിതം, സമാധാനപൂർവ്വമായ ജീവിതത്തിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് അള്ളാഹുവിനാണ് ഏറ്റവും നന്നായിട്ട് അറിയുക. അതുകൊണ്ട് അവൻ ചില നിയമങ്ങൾ വെക്കുന്നു. അടുത്ത ആയത്ത്, ഇനി വൈദാ ബലഗൽ അതുഫാലു മിൻകുമുൽ ഹുലുമ, ഈ പറഞ്ഞ കുട്ടികൾ, ചെറിയ കുട്ടികളുണ്ടല്ലോ, അവർ പ്രായപൂർത്തി എത്തിയാലോ, അവർ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ ഫൽ യസ്തഅ്ദിനു കമസ്തഅ്ദന ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പ് ജീവിച്ച ആളുകൾ ചെയ്തതുപോലെ അവരും അനുവാദം ചോദിക്കണം. അവർക്ക് മുമ്പ് ഉള്ള ആളുകളുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അവർക്ക് മുമ്പ് ജനിച്ച, അവരെക്കാൾ മൂത്ത ആളുകൾ, പ്രായം കൂടിയ ആളുകൾ, ആ ആളുകൾ ചെയ്യുന്നത് പോലെ അവരും അനുവാദം ചോദിക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് മുമ്പ് ജനിച്ച കൂടുതൽ പ്രായമുള്ള ആളുകൾ, അവരെക്കാൾ കൂടുതൽ പ്രായമുള്ള ആളുകൾ എല്ലാ സമയത്തും അനുവാദം ചോദിക്കണം. അപ്പോൾ ഈ കുട്ടികൾക്ക് ഇളവ് കൊടുത്തു, കുട്ടികൾക്ക് ഈ 3 സമയം. എന്നാൽ വലിയവർക്കോ, പ്രായപൂർത്തി എത്തിയവർക്കോ, അവർ എല്ലാ സമയത്തും അനുവാദം ചോദിച്ചിട്ടേ മറ്റൊരാളുടെ റൂമിലേക്കോ മറ്റോ പ്രവേശിക്കാൻ പാടുള്ളൂ. ഈ കുട്ടികൾ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ ആ മുതിർന്നവർ ചെയ്യുന്നത് പോലെ ഇവരും അനുവാദം ചോദിക്കണം, എല്ലാ സമയത്തും അനുവാദം ചോദിച്ചിട്ടേ ഇവർ ചെല്ലാവൂ. എന്നിട്ട് അള്ളാഹു പറയാണ് കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാത്തിഹി, ഇപ്രകാരം അള്ളാഹു അവൻ്റെ ആയത്തുകളെ, അവൻ്റെ ദൃഷ്ടാന്തങ്ങളെ, അവൻ്റെ വചനങ്ങളെ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു. വല്ലാഹു അലീമുൻ ഹക്കീം, അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിജ്ഞനുമാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഈ 2 ആയത്തുകളിലൂടെ മനോഹരമായ ഒരു നിയമം, ഒരു മനുഷ്യൻ്റെ സുഖമായ സമാധാനപൂർവ്വമുള്ള ജീവിതത്തിന് ഏറ്റവും ഉതകുന്ന സുന്ദരമായൊരു നിയമമാണ് അള്ളാഹു ഇവിടെ പറയുന്നത്.
നമുക്ക് ഇന്നത്തെ കാലത്തെ പോലെ അല്ല പണ്ടുള്ള ആളുകൾ ജീവിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള ആളുകൾ പലപ്പോഴും ജീവിക്കുമ്പോൾ അവർക്ക് അവരുടെ കിടപ്പുമുറികൾക്ക് വാതിലോ ഒരു വിരി പോലും ഇല്ലാത്ത അവസ്ഥകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ റൂമിലേക്ക് നേരിട്ടങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റില്ല. ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ നമുക്ക് വാതിൽ കുറ്റിയിട്ടാൽ മതി. പക്ഷേ പണ്ട് കാലത്ത് അത് സാധ്യമല്ല. അങ്ങനെ ആ രൂപത്തിലുള്ള വാതിലോ ഒന്നും ഇല്ലാത്തൊരു കാലം. എല്ലാവർക്കും ഒന്നും അതില്ല, സൗകര്യങ്ങളില്ല. ഒരു വിരി പോലും ഇല്ലാത്ത ആളുകളും ഉണ്ടാവും. അപ്പോൾ അവരുടെയൊക്കെ റൂമിലേക്ക് അവിടുത്തെ കുട്ടികളും അതേപോലെ അടിമകളുമായിട്ടുള്ള ആളുകളൊക്കെ എല്ലാ സമയത്തും അങ്ങ് കയറി ചെന്ന് കഴിഞ്ഞാൽ പല പ്രയാസങ്ങളും അതുകൊണ്ടുണ്ടാവും. ഒന്ന്, ഔറത്ത് ഒരു പക്ഷേ വെളിവായി കിടക്കുന്ന സമയമായിരിക്കാം. ഉറക്കത്തിലൊക്കെ നമ്മുടെ വസ്ത്രം എങ്ങനെ പോകുന്ന അറിയില്ലല്ലോ. അതുകൊണ്ട് കയറി ചെല്ലുന്ന സമയത്ത് ഔറത്ത് കാണാൻ ഒരിക്കലും ഇടവരരുത്. ഇനി ഒരു ഭാര്യയും ഭർത്താവും ഉള്ള റൂമാണെങ്കിൽ അവരുടെ സ്വകാര്യ നിമിഷങ്ങളായിരിക്കാം. അവിടേക്കും ഒരിക്കലും മറ്റൊരാൾ പ്രവേശിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അതിനൊക്കെ അള്ളാഹു വളരെ വലിയ പ്രാധാന്യമാണ് കൊടുത്തത്. ഒരാളുടെ സ്വകാര്യതയിലേക്ക് മറ്റൊരാൾ എത്തരുത് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ആയത്തുകളുടെ ആകത്തുക. ഒരാളുടെ സ്വകാര്യതയിലേക്ക് മറ്റൊരാൾ ഒരിക്കലും എത്തരുത്. അയാൾക്കൊരു സ്വകാര്യത വേണം. ചെറിയ കുട്ടികളും അടിമകളുമായ ആളുകൾ എപ്പോഴും ഇടപഴകി ജീവിക്കുന്നവരായതുകൊണ്ട് അവർക്കൊരു 3 സമയം നിശ്ചയിച്ചു. ഇനി ആ സമയത്ത് അവരങ്ങോട്ട് എത്തരുത്. ഇന്നത്തെ കാലത്ത് നമുക്ക് വാതിൽ കുറ്റിയിട്ടാൽ മതി. പിന്നെ ആ സമയത്ത് എന്തായാലും അനുവാദം ചോദിച്ചിട്ടേ വരുള്ളൂ. ഇനി അതല്ലാത്ത സമയത്ത് ഒരിക്കലും അങ്ങനെ റൂമിലിരിക്കാൻ പാടില്ല എന്നൊന്നുമല്ല അതിൻ്റെ അർത്ഥം. ഈ 3 സമയങ്ങൾ പാലിക്കാൻ പറ്റുകയാണെങ്കിൽ ഈ 3 സമയങ്ങളാണ് പാലിക്കേണ്ടത്. ഇനി ജോലി കാരണമോ മറ്റൊക്കെ ഈ സമയം പറ്റാത്ത ആളുകളുണ്ടാവും. അവരുടെ ഉറക്കവും അല്ലെങ്കിൽ അവരുടെ ഒന്നിച്ചുള്ള ജീവിതമൊക്കെ ഒരു പക്ഷേ ഇതല്ലാത്ത സമയത്തേക്ക് മാറ്റി വെക്കേണ്ടി വരുന്ന ആളുകളുണ്ടാവും പല സാഹചര്യങ്ങൾ കൊണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് അങ്ങനെ ആവാം. പൊതുവായിട്ടൊരു നിയമം പറഞ്ഞതാണ്, കൂടുതൽ ആളുകൾക്കും യോജിക്കുന്ന നിയമം. ഈ 3 സമയമാണല്ലോ സാധാരണഗതിയിൽ ആളുകൾ ആ ഒരു തരത്തിൽ ജീവിക്കുക. അതായത് ഉറക്കത്തിലും അല്പവസ്ത്രത്തിലുമൊക്കെ ആയിട്ട് ജീവിക്കുന്ന സമയമാണ് ഈ 3 സമയം. ആ 3 സമയത്ത് നിങ്ങൾ കാര്യമായിട്ട് ശ്രദ്ധിക്കണം. ചെറിയ കുട്ടികൾക്ക് പോലും അങ്ങോട്ട് കയറണമെന്നുണ്ടെങ്കിൽ അനുവാദം ചോദിക്കണം. അങ്ങനെ അനുവാദം ചോദിക്കുന്ന രീതിയിലേക്ക് അവരെ വളർത്തണം. ആ കുട്ടികളെയും അടിമകളെയും അല്ലെങ്കിൽ വേലക്കാരെയും ഒക്കെ അങ്ങനെ ശീലിപ്പിക്കണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്നർത്ഥം. അതിനുശേഷം ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ നമ്മൾ വാതിൽ തുറന്നിടുക, ഒരല്പമെങ്കിലും തുറന്നിടുക. ഇനി പ്രായപൂർത്തി എത്തിയ ആൾക്കാരാണെങ്കിലോ, പ്രായപൂർത്തി എത്തിയ ആൾക്കാരാണെങ്കിൽ ഏത് സമയത്തും ഒരാളുടെ റൂമിലേക്ക് കയറാൻ അതിന് അനുമതി ചോദിക്കണം. അത് പല രൂപത്തിലും, ഞാൻ അങ്ങോട്ട് കയറട്ടെ എന്ന് തന്നെ ചോദിക്കണം എന്നില്ല. ഒന്ന് ശബ്ദം ഉണ്ടാക്കി വിളിക്കാം, അപ്പോൾ അവർ മറുപടി പറയുമല്ലോ. ഏത് രൂപത്തിലും ആവാം. എന്തായാലും അവരെ അറിയിച്ചിട്ട് വേണം അവരുടെ അടുത്തേക്ക് ചെല്ലാൻ. കാരണം അവരുടെ സ്വകാര്യതയാണത്. ഒരാളുടെ ബെഡ്റൂം മാത്രമല്ല, അയാളുടെ മൊബൈല്, അയാളുടെ അലമാര, ഇതൊക്കെ അവരുടെ സ്വകാര്യതകളായിരിക്കും. അപ്പോൾ അത് പോയിട്ട് അവരുടെ അനുവാദമില്ലാതെ അവരുടെ അലമാര തുറക്കുക, അവരുടെ മൊബൈൽ നോക്കുക, അവരുടെ കമ്പ്യൂട്ടർ നോക്കുക, ഇതൊക്കെ ഇതിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് ഒരിക്കലും ഒരാൾ പോകാൻ പാടില്ല. ഇനി ഒരാളുടെ സ്വകാര്യതയിൽ ഇരുന്നു കൊണ്ട് തെറ്റ് ചെയ്യുകയാണായിരിക്കുക. അയാളുടെ ഒരു സ്വകാര്യ റൂമിൽ ഇരുന്നിട്ട് അയാൾ എന്തോ തെറ്റ് ചെയ്യുകയാണ്. ആ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് അയാളും പടച്ചവനും തമ്മിലായിക്കോളും. അതിന് നമ്മൾ ബേജാറാവണ്ട, നമ്മൾ അതിൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട. ഒരാൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, സ്വകാര്യതയിൽ അയാൾ തെറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ അയാളും പടച്ചവനും തമ്മിലായിക്കോളും അതിൻ്റെ കാര്യങ്ങൾ. നമ്മളൊരിക്കലും അതിലിടപെടാൻ പോകണ്ട. അത് അത്തരം സ്വകാര്യതയിലേക്ക് ഒരാൾ കയറി ചെന്നിട്ട് അതിനെന്തെങ്കിലും പറയുകയാണെങ്കിൽ പോലും ആ കയറി ചെന്ന ആളും തെറ്റുകാരൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അള്ളാഹു മനുഷ്യരുടെ സുഗമമായ ജീവിതത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നോക്കൂ, നിങ്ങൾ പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത്, 2 ആയത്തുകളിലൂടെ ഇത്ര കൃത്യമായി ഈ കാര്യം അള്ളാഹു വിവരിക്കുകയാണ്. നമുക്കിത് കേട്ടാൽ തോന്നും അതൊക്കെ ഒരു നിസ്സാര കാര്യമല്ലേ. പക്ഷേ അള്ളാഹു പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളിലൂടെ ഈ കാര്യം വിവരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് എത്ര വലിയ പ്രാധാന്യം അള്ളാഹു കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ഇന്നത്തെ കാലത്ത് പലപ്പോഴും അത്ര വലിയൊരു പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ടോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. മറ്റൊരാളുടെ ഔറത്ത് കാണാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട നിയമമാണ് പറഞ്ഞത്. അപ്പോൾ ആ ഔറത്ത് പുറത്ത് കാണിച്ച് നടക്കുന്ന ആൾക്കാരോ? ഒരു ബെഡ്റൂമിലേക്ക് ഒരു കുട്ടി കയറി ചെന്നിട്ട് ആ കുട്ടി പോലും അത് കാണാൻ പറ്റാത്ത, അല്ലെങ്കിൽ വസ്ത്രം കൃത്യമായിട്ടില്ലാത്തൊരവസ്ഥ കാണരുത് എന്നുള്ളതിന് വേണ്ടി ചില നിയമങ്ങൾ വെച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആ രൂപത്തിൽ വസ്ത്രമൊക്കെ കുറച്ച് ഔറത്ത് വെളിവാക്കിയിട്ട് പുറത്തുകൂടെ നടക്കുന്ന ആൾക്കാരാണെങ്കിൽ അതെത്ര ഗുരുതരമായ തെറ്റാണ്. ഇനി ഒരു അത്യാഹിത സമയത്ത്
ഒരു റൂമിൽ ഒരു അപകടം നടക്കുകയാണ്. ആ സമയത്ത് സമ്മതമൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി അങ്ങോട്ട് ഓടിച്ചെല്ലാം, അതിൽ പ്രശ്നമില്ല. അതല്ലാത്ത സാധാരണ സമയങ്ങളിലൊക്കെ അനുവാദം ചോദിച്ചിട്ടേ ചെല്ലാവൂ. അത് ആരാണെങ്കിലും, സ്വന്തം ഉപ്പയുടെ റൂമിലേക്ക് മക്കൾ ചെല്ലുകയാണെങ്കിലും, മക്കളുടെ റൂമിലേക്ക് ഉപ്പയും ഉമ്മയും ചെല്ലുകയാണെങ്കിൽ പോലും അനുവാദം ചോദിച്ചിട്ടേ അങ്ങോട്ട് ചെല്ലാവൂ. അവർ പ്രായപൂർത്തി എത്തിയവരാണെങ്കിൽ, ആ മക്കൾ പ്രായപൂർത്തി എത്തിയവരാണെങ്കിൽ അവരുടെ റൂമിലേക്ക് ഉമ്മാക്കും ഉപ്പാക്കും പ്രവേശനം അനുവാദം ചോദിച്ചിട്ട് വേണം ചെല്ലാൻ. ഉപ്പയുടെയും ഉമ്മയുടെയും എൻ്റെ ഉപ്പയും ഉമ്മയും അല്ലേ എന്നുള്ള രൂപത്തിൽ അവരുടെ റൂമിലേക്ക് ചെല്ലണമെന്നുണ്ടെങ്കിൽ അവിടെ അനുവാദം ചോദിച്ചിട്ടേ മക്കൾക്ക് ചെല്ലാൻ പാടുള്ളൂ. ഏത് സമയത്തും, ചെറിയ കുട്ടികൾക്കാണ് 3 സമയം നിശ്ചയിച്ചത്, ഏത് സമയത്തും അനുവാദം ചോദിച്ചിട്ടേ അവരുടെ റൂമിലേക്കും മറ്റും ചെല്ലാൻ പാടുള്ളൂ. അപ്പോൾ ഇത് വളരെ വലിയ പ്രാധാന്യത്തോടു കൂടി നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. ഈ സൂറത്തിലെ 27 മുതൽ 29 വരെയുള്ള ആയത്തുകളുടെ വിശദീകരണം നമ്മൾ മനസ്സിലാക്കിയതാണ്. അവിടെ എന്താണ് പറയുന്നത്? അവിടെ അന്യരുടെ വീടുകളിലേക്ക് നമ്മൾ പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ, അവിടെയും മറ്റൊരാളുടെ സ്വകാര്യതയെ കാത്തു സൂക്ഷിക്കാനാണ് പറയുന്നത്. ഇവിടെയോ ഈ ഭാഗത്ത് സ്വന്തം വീടുകളിൽ പാലിക്കേണ്ട മര്യാദകളാണ്. അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് മനസ്സിലാക്കിയാൽ വീടുകളിലെ സ്വകാര്യത വളരെ വലിയ ഗൗരവമുള്ളൊരു കാര്യമാണ്. അന്യരുടെ വീടുകളിലേക്ക് ചെല്ലുന്ന സമയത്തും സ്വന്തം വീട്ടിലും മറ്റുള്ളവരുടെ സ്വകാര്യതയെ നമ്മൾ വളരെയധികം മാനിക്കേണ്ടതുണ്ട്. 27 മുതൽ 29 വരെയുള്ള ആയത്തുകളുടെ വിശദീകരണം കേട്ടതിന് ശേഷം ഒരാൾ സൂചിപ്പിക്കുകയുണ്ടായി അവരുടെ ഒരു അവസ്ഥയെക്കുറിച്ച്. അതായത് അവർ താമസിക്കുന്നത് അടുത്തടുത്താണ്, ജ്യേഷ്ഠാനുജന്മാരാണ്. പക്ഷേ വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോഴുള്ള മര്യാദകൾ അറിയാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും അടുത്ത് താമസിക്കുന്ന, അയൽപ്പക്കത്ത് താമസിക്കുന്ന അവരുടെ കുടുംബക്കാരായിട്ടുള്ള ആളുകൾ കയറി വരുന്നത് യാതൊരു ശബ്ദാനക്കം പോലും ഉണ്ടാക്കാതെ, ഒന്ന് സമ്മതം ചോദിക്കാതെ, അല്ലെങ്കിൽ കോളിംഗ് ബെല്ലടിക്കാതെ അടുക്കളയുടെ ഭാഗത്തു കൂടെയൊക്കെ കയറി ചെല്ലും. തിരിഞ്ഞു നോക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് ആളെ കാണുന്നത്, അവിടെ ഒരാൾ നിൽക്കുന്നതായിട്ട് കാണുന്നത്. അങ്ങനെ ആ വീടുകളിലേക്ക് കയറി വന്നതൊന്നും ആ വീട്ടുകാർ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഈ കയറി വരുന്ന ആളുകൾക്ക് അതിൻ്റെ തെറ്റ് മനസ്സിലാവുന്നുണ്ടോ? ഇല്ല. അവർ വിചാരിക്കുന്നത് എന്താ, ഇത് നമ്മുടെ സ്വന്തം കുടുംബമല്ലേ, നമ്മുടെ സ്വന്തം ചോരകളല്ലേ, നമ്മുടെ കൂടപ്പിറപ്പല്ലേ, അല്ലെങ്കിൽ കൂടപ്പിറപ്പുകളുടെ കുടുംബമല്ലേ എന്നൊക്കെയാണ് വിചാരിക്കുക. അങ്ങനെ വിചാരിച്ച് കയറി വരുന്ന അവർ അത് നമുക്ക് യാതൊരു തെറ്റുമില്ലാത്ത കാര്യമാണ് എന്ന് വിചാരിച്ചിട്ടാണ് കയറി വരുന്നത്. എന്നിട്ട് അവർ കയറി വന്ന് വീട്ടിനകത്തെത്തി, വീട്ടിൻ്റെ ഉൾഭാഗത്തെത്തി അവിടെയുള്ള വീട്ടുകാർ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് മാത്രമാണ് ഇങ്ങനെ ആളുകളെ കാണുന്നത്. അത് നമ്മുടെ സ്വന്തം സുഹൃത്തുക്കളുടെ വീടാണെങ്കിലും, സ്വന്തം കൂടപ്പിറപ്പുകളുടെ വീടാണെങ്കിലും, എത്ര അടുത്ത ബന്ധമുള്ള ആരുടെ വീടാണെങ്കിലും ഒരിക്കലും ഒരു വീട്ടിലേക്ക് നമ്മളങ്ങനെ കയറി ചെല്ലുന്ന സമയത്ത് അവിടെ പുറത്തു നിന്ന് സമ്മതം ചോദിച്ച് സമ്മതം വാങ്ങാതെ കയറി ചെല്ലാൻ പാടില്ല, ഒരിക്കലും പാടില്ല. അടുക്കള ഭാഗത്ത് കൂടെയാണെങ്കിലും മുൻഭാഗത്ത് കൂടെയാണെങ്കിലും, സ്ത്രീകളൊക്കെ ആണെങ്കിലും പലപ്പോഴും അടുക്കള ഭാഗത്ത് കൂടെ കയറി ചെല്ലും, അവിടെയാണല്ലോ സ്ത്രീകളുണ്ടാവുക. പക്ഷേ അത് സ്ത്രീകളുള്ള ഭാഗമല്ലേ എന്ന് വിചാരിച്ചിട്ട് മറ്റ് സ്ത്രീകൾക്ക്, കുടുംബക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് അങ്ങനെ കയറി ചെല്ലാൻ പറ്റുമോ? പറ്റൂല. അവിടുന്ന് സമ്മതം ചോദിക്കണം. സ്ത്രീകളൊക്കെ പലപ്പോഴും അടുക്കള ഭാഗത്ത് കൂടെ കയറി ചെന്നതിന് ശേഷം ആ അകത്തുള്ള സ്ത്രീകളുടെ തൊട്ടടുത്തെത്തിയതിന് ശേഷമായിരിക്കും അവർ തന്നെ കാണുന്നത്. ഗുരുതരമായ തെറ്റാണത്. ഇത് അനുഭവിക്കുന്ന ആളുകൾക്കാണ് ഈ വിഷമം മനസ്സിലാവുക. കയറി ചെല്ലുന്ന ആളുകൾക്ക് അതൊരു തെറ്റായിട്ട് തോന്നില്ല, അവർക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവില്ല. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞ ഈ നിയമങ്ങളൊക്കെ വളരെയധികം ഗൗരവത്തിലെടുക്കുകയും കൃത്യമായി പാലിക്കുകയും ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന് മനസ്സിലാക്കുക. നമുക്ക് ഈ ആയത്തുകളിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. യാ അയ്യുഹ, അവിടെ യാ എന്നുള്ള നീട്ടലിന് ശേഷം അയ്യുഹ, അതിലെ ഹംസ വന്നു. മദ്ദും ഹംസയും അടുത്തടുത്താണ്, വ്യത്യസ്ത പദങ്ങളിലാണ്. യാ അയ്യുഹ എന്നുള്ളത് ഒറ്റപ്പദമല്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. മദ് മുൻഫസിൽ, യാ അയ്യുഹ. അയ്യുഹ എന്ന് ശരിക്കും അവിടെ നീട്ടാനുണ്ട്, ഹ എന്ന് നീട്ടാനുണ്ട്, അയ്യുഹ. പക്ഷേ അതിനുശേഷം അല്ലസീന എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസത്ത് വസ്സിലാണ്. മദ്ദിന് ശേഷം, നീട്ടലിന് ശേഷം ഹംസത്ത് വസ്സിൽ വന്നാൽ ആ മദ്, ആ നീട്ടൽ നഷ്ടപ്പെടും. അപ്പോൾ യാ അയ്യുഹ എന്ന് പറയില്ല, യാ അയ്യുഹ എന്നേ പറയുള്ളൂ. യാ അയ്യുഹൽ ലസീന ആമനു ലിയസ്തസിൻകും, അവിടെ കാഫിൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നു. ആ സുക്കൂനുള്ള നൂനിനെ അവ്യക്തമാക്കി മണിക്കുക, അല്ലെങ്കിൽ മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക, ഇഖ്ഫാ ചെയ്യുക എന്ന് പറയും. അപ്പോൾ ലിയസ്തസിൻകുമുല്ലസീന, അവിടെ ലിയസ്തസിൻകും എന്നാണ്. എന്തുകൊണ്ട് കുമു എന്നാക്കി? മീമിന് ലമ്മ് കൊടുത്തു. അത് 2 സുക്കൂനുകൾ അടുത്തടുത്ത് വരുന്ന പ്രശ്നം, ഇൽത്തിഖാ ഉസാക്കിനിൻ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ സുക്കൂനുള്ള മീമ് കൊടുത്തു കഴിഞ്ഞാൽ അല്ലസീനയുടെ തുടക്കത്തിലുള്ള ആ ലാമിനെ പിരിച്ചെഴുതിയാൽ, ഷദ്ദുള്ള ലാമിനെ പിരിച്ചെഴുതിയാൽ അവിടെ സുക്കൂനുള്ള ലാമ് വരും. അപ്പോൾ അടുത്തടുത്ത് 2 സുക്കൂനുകൾ വരും. ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ലിയസ്തസിൻകും എന്നുള്ളത് ലിയസ്തസിൻകുമു എന്നാക്കിയത്. മലക്കത്ത്
ഐമാനുക്കും വല്ലദീന ലം യബ്ലുഗു. അവിടെ ബാഇന് സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്ത് പറയണം, വെളിവാക്കി പറയണം. ബ് എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. ലം യബ്ലുഗുൽ ഹുലുമ. അവിടെയും നേരത്തെ പറഞ്ഞ പോലെ യബ്ലുഗു എന്നുണ്ട്. ആ നീട്ടൽ നഷ്ടപ്പെട്ടതാണ്, കാരണം അതിനുശേഷം ഹംസത്ത് വസ്ൽ വന്നു. അപ്പോൾ യബ്ലുഗുൽ ഹുലുമ എന്നാ പറയുക, യബ്ലുഗു അൽ ഹുലുമ എന്ന് പറയില്ല. മിങ്കും കാഫിൻ്റെ മുമ്പ് സുക്കൂനൂനെ ഇഖ്ഫാ ചെയ്യുക, നേരത്തെ സൂചിപ്പിച്ചു, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. മിങ്കും സലാസ മറാത്ത്. അവിടെ ഒരു ജീമ് കാണാം, പാരായണം നിർത്താം, നിർത്താതെയും മോദാം, രണ്ടിനും ഒരേ പ്രാധാന്യം. നിർത്തുകയാണെങ്കിൽ ആ തൊട്ട് മുമ്പുള്ള മറാത്ത് എന്നുള്ളതിലെ ആ താന് സുക്കൂൻ ഇട്ടിട്ട് നിർത്തുക. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പുള്ള ആ ഒരു റാഇൻ്റെ നീട്ടലിനെ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ വേണമെങ്കിൽ നീട്ടാം, നിർബന്ധമല്ല. നിർത്താതെ പോവുകയാണെങ്കിൽ ആ താഇൻ്റെ തെൻവീനെ പരിഗണിക്കണം. അതിനുശേഷം മീമാണ്, ആ തെൻവീനിനെ മീമിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ഗുന്ന. അപ്പോൾ മറാത്തിമ്മിൻ, മറാത്തിമ്മിൻ. നിർത്തുകയാണെങ്കിൽ മറാത്ത് എന്ന് പറഞ്ഞിട്ട് അവിടെ മീമിന് ഷദ് കാണും. അതവിടെ നിർത്താതെ തൊട്ട് മുമ്പ് പറഞ്ഞ മറാത്തിമ്മിൻ എന്ന് പറയുന്ന സമയത്ത് വരുന്ന ആ ഒരു തജീവിദിന് വേണ്ടിയിട്ടാണ് അവിടെ മീമിന് ഷദ് കൊടുത്തത്. അവിടെ നിർത്തിപ്പോവുകയാണെങ്കിൽ പിന്നെ ആ മീൻ എന്നുള്ളതിന് ഷദ് വരാതെയാണ് പറയേണ്ടത്. മീൻ ഖബലി, ഖാഫിൻ്റെ മുമ്പ് സുക്കൂന നൂനി ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. മീൻ ഖബലി. ബാഇന് സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്ത് പറയാം. സ്വലാത്തിൽ ഫജ്രി, ജീമിന് സുക്കൂന് വന്നു, കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, അതും വെളിവാക്കി പറയാം. റാഇന് കസ്ർ, രീ എന്നുള്ള ഉച്ചാരണം കൊടുക്കുക. വഹീന തൊദഊന സിയാബക്കും മിൻ. അവിടെ 2 മീമുകൾ അടുത്തടുത്ത് വന്നു, ആദ്യത്തെ മീമിന് സുക്കൂന്. അങ്ങനെ വരുമ്പോൾ അതിനെ ഇദ്ഗാം മുതമാസിലൈനി എന്നാണ് പറയുക. രണ്ടും കൂടെ ചേർത്ത് ഷദ്ദുള്ള ഒറ്റ മീമായിട്ട് മണിക്കലോടുകൂടി ഉച്ചരിക്കുക. അത് മീമിൻ്റെ കാര്യമായതുകൊണ്ട് ഇദ്ഗാം ഷഫവി എന്നും പറയും. അല്ലഹീറത്തി വമിൻ ബഅദി. ബാഇൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നു, ആ സുക്കൂനുള്ള നൂനിൻ്റെ ശബ്ദത്തെ മീമിൻ്റെ ശബ്ദമാക്കി മാറ്റുക. ഇഖ്ലാബ് എന്നാണ് നിയമത്തിൻ്റെ പേര്. അപ്പോൾ വമിൻ എന്നല്ല പറയുക, വമിം, സാവകാശം മീമിലേക്ക് കൊണ്ടുപോവുക. വമിൻ ബഅദി. സ്വലാത്തിൽ ഇശാഇ. ഇഷാ എന്നുള്ളിടത്ത് ഷീനിന് മദ്ദുണ്ട്, ശേഷം ഹംസയാണ്. മദ്ദും ഹംസയും അടുത്തടുത്തൊന്നും ഒരേ പദത്തിൻ്റെ ഉള്ളില്ല. നിർബന്ധമായിട്ടും 4-5 ഹർക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടണം. മദ് മുത്തസിൽ എന്നാണ് അതിന് പറയാം. അതിനുശേഷം ഒരു ജീമ് കാണാം, പാരായണം നിർത്താം, നിർത്താതെയും മോദാം, രണ്ടിനും ഒരേ പ്രാധാന്യം. നിർത്തുകയാണെങ്കിൽ ഇഷാ എന്ന് പറഞ്ഞിട്ട് ആ ഹംസക്ക് സുക്കൂൻ ഇട്ടിട്ട് നിർത്തുക. നിർത്താതെ പോവുകയാണെങ്കിൽ അവിടെ എഴുതിയ പോലെ ഹംസക്ക് കസർ ഉള്ള രൂപത്തിൽ പറഞ്ഞിട്ട് ബാക്കി ഓതി പോവുക. സലാസു ഔറാത്തില്ലക്കും, ഔറാത്തിൻ ലക്കും. അവിടെ ലാമിൻ്റെ മുമ്പ് തെൻവീൻ വന്നു. ആ തെൻവീനിനെ പൂർണ്ണമായിട്ടും ലാമിലേക്ക് ലയിപ്പിക്കുക, മണിക്കാനേ പാടില്ല. ഇദ്ഗാം ബിലാ ഹുന്ന അല്ലെങ്കിൽ ഇദ്ഗാം ബിഗൈരി ഹുന്ന എന്നാണ് നിയമത്തിൻ്റെ പേര്. ഔറാത്തില്ലക്കും. അപ്പോൾ ഔറാത്തി എന്ന് പറഞ്ഞിട്ട് ഷദ്ദുള്ള ലാമ് പറയാം. അപ്പോൾ ഔറാത്തില്ലക്കും, ഔറാത്തിൻ എന്ന് പറയില്ല, ഔറാത്തില്ലക്കും, ഔറാത്തില്ലക്കും. അവിടെ ഒരു ജീബ് കാണാം, പാരായണം നിർത്താം, നിർത്താതെയും മോദാം, രണ്ടിനും ഒരേ പ്രാധാന്യം. ലൈസ അലൈക്കും വല അലൈഹിം ജുനാഹുൻ. ജുനാഹുൻ എന്നുള്ളതിൻ്റെ അവിടെ തെൻവീന് ശേഷം ബ ആണ്. ബാഇൻ്റെ മുമ്പ് തെൻവീനോ സുക്കൂനുള്ള നൂനോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇഖ്ലാബാണ് നിയമം. ആ തെൻവീനിൻ്റെ ശബ്ദത്തെ അല്ലെങ്കിൽ നൂനിൻ്റെ ശബ്ദത്തെ മീമിൻ്റെ ശബ്ദമാക്കി മാറ്റണം, നേരത്തെ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ ഇഖ്ലാബാണ് അവിടെ നിയമം. അപ്പോൾ ജുനാഹുൻ എന്നുള്ളതിന് പകരം ജുനാഹും, മീമിലേക്ക് കൊണ്ടുപോകുക ശബ്ദം. ജുനാഹും ബഅദഹുൻ. അവിടെ ജീമ് കാണാം, അവിടെയും പാരായണം നിർത്താം, നിർത്താതെയും മോദാം, രണ്ടിനും ഒരേ പ്രാധാന്യം. നിർത്തുകയാണെങ്കിൽ ആ ഹുന്ന എന്നുള്ളതിനെ ഉച്ചരിക്കുമ്പോൾ ഹുൻ, കാരണം 2 നൂനുകൾ അവിടെ ഉണ്ട്. ഷദ്ദുള്ള നൂനാകുമ്പോൾ പിരിച്ചെഴുതുമ്പോൾ 2 നൂനുണ്ട്. അപ്പോൾ അവിടെ നിർത്തുന്ന സമയത്ത് ഒരല്പം നീട്ടിയിട്ട് ഹുൻ എന്നുള്ള രൂപത്തിൽ നിർത്തുക, സാവകാശം. നിർത്താതെ ഓതുകയാണെങ്കിൽ ഷദ്ദുള്ള നൂനിനെ നമ്മൾ സാധാരണ മണിച്ചിട്ട് ഓതൂലേ, അതേപോലെ ഓതുക. ബഅദഹുന്ന തവ്വാഫൂന, അങ്ങനെ ഓതിപ്പോവുക. നിർത്തുകയാണെങ്കിൽ ബഅദഹുൻ തവ്വാഫൂന അലൈക്കും ബഅദുക്കും അല ബഅദ്. അവിടെ ഒരു ജീമ് കാണാം, പാരായണം നിർത്താം, നിർത്താതെയും മോദാം, രണ്ടിനും ഒരേ പ്രാധാന്യം. നിർത്തുകയാണെങ്കിൽ ബഅദ് എന്ന് പറഞ്ഞിട്ട് ദ്വാദിന് സുക്കൂനിട്ടിട്ട് നിർത്തുക. നിർത്താതെ ഓതുകയാണെങ്കിൽ അവിടെ ദ്വാദിന് തെൻവീനാണ്, അതിനുശേഷം കാഫാണ്. ആ ഒരു കാഫിൻ്റെ മുമ്പ് തെൻവീന് വരുമ്പോൾ ഇഖ്ഫ ആണ് നിയമം, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക അല്ലെങ്കിൽ അവ്യക്തമാക്കി മണിക്കുക. അപ്പോൾ ബഅദിൻ കദാലിക, ബഅദിൻ കദാലിക. യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാത്ത്. ലക്കും എന്നുള്ളത് എന്തുകൊണ്ട് ലക്കുമു എന്നായി? കാരണം ലക്കും എന്നെഴുതി കഴിഞ്ഞാൽ ശേഷം വരുന്ന ഉച്ചരിക്കുന്ന ആദ്യത്തെ അക്ഷരം അൽ, ലാമിന് സുക്കൂനാണ്. അപ്പോൾ 2 സുക്കൂനുകൾ അടുത്തടുത്ത് വരും. ഇൽത്തിഖാഉ സാക്കിനൈൻ, ആ ഒരു നിയമപ്രകാരം 2 സുക്കൂനുകൾ അടുത്തടുത്ത് വരാൻ പാടില്ല. അതുകൊണ്ട് ആദ്യത്തെ സുക്കൂനെ മാറ്റും. അതാണ് ലക്കും എന്നുള്ളത് ലക്കുമു എന്നാക്കിയത്. ലക്കുമുൽ ആയാത്ത്. അവിടെ ഒരു ഖലി കാണാം, പാരായണം നിർത്താം, നിർത്താതെയും മോദാം. നിർത്തലാണ് ഏറ്റവും നല്ലത്, നിർത്തലിനാണ് പ്രാധാന്യം. അപ്പോൾ നിർത്തിയിട്ട് ഓതുക. അങ്ങനെ നിർത്തുമ്പോൾ ആയാത്ത് എന്ന് പറഞ്ഞിട്ട് ആ താന് സുക്കൂൻ ഇട്ടിട്ട് നിർത്തുക. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പുള്ള യാ എന്നുള്ള നീട്ടലിനെ വേണമെങ്കിൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാം.
ഇനി നിർത്താതെ ഓതുകയാണെങ്കിൽ തെറ്റൊന്നുമില്ല, അങ്ങനെ നിർത്താതെ ഓതുന്നത് അത്ര നല്ലതല്ല. ഇനി നിർത്താതെ ഓതുകയാണെങ്കിൽ ആയാത്തി അവിടെ എഴുതിയ പോലെ തന്നെ ലക്കുമുൽ ആയാത്തി വല്ലാഹു എന്ന് പറഞ്ഞിട്ട് ഓതിപ്പോകണം. നിർത്തലാണ് ഏറ്റവും നല്ലത്. വല്ലാഹു അലീമുൻ ഹക്കീം. അലീമുൻ എന്നുള്ളടത്ത് തെൻവീന് ശേഷം ഹ ആണ്. ഹാൻ്റെ മുമ്പ് തെൻവീന് വന്നാൽ ഇൽഹാറാണ് നിയമം, വെളിവാക്കി പറയണം, അല്ലെങ്കിൽ അതിനെ പുറത്തേക്ക് കേൾപ്പിച്ച് പറയണം അൻ എന്നുള്ള ശബ്ദം. അപ്പോൾ അലീമുൻ ഹക്കീം. അവസാനത്തെ മീമിന് സുക്കൂനിട്ട് നിർത്തുക, തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം. അടുത്ത ആയത്ത് വൈദ ബലഗൽ അത്തുഫാലു. അവിടെ താഇന് സുക്കൂന് വന്നു, അതും കൽക്കലത്തിൻ്റെ അക്ഷരമാണ്. അതിന് സുക്കൂന് വരുമ്പോൾ എടുത്ത് പറയണം, ഗൗരവത്തിൽ പറയണം. തു എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. അത്തുഫാലു മിങ്കും, ക്യാഫിൻ്റെ മുമ്പ് സുക്കൂനിന് ഇഖ്ഫാ ചെയ്യുക, നേരത്തെ സൂചിപ്പിച്ചു. മിങ്കുമുൽ ഹുലുമ ഫൽ യസ്തസിനു കമസ്തസനല്ലസീന മിൻ ഖബ്ലിഹിം. കമസ്തസന, കമാ എന്ന് ശരിക്കും അവിടെ നീട്ടാനുണ്ട്, കമാ. പക്ഷേ അതിനുശേഷം ഹംസത്ത് വസിൽ വന്നു. അപ്പോൾ മദ്ദിന് ശേഷം ഹംസത്ത് വസിൽ വന്നതുകൊണ്ട് ആ നീട്ടൽ നഷ്ടപ്പെട്ടു. കമ എന്നേ പറയുള്ളൂ. കമസ്തസന അല്ലസീന മിൻ ഖബ്ലിഹിം. ഖാഫിന് മുമ്പ് സുക്കൂന നൂന് ഇഖ്ഫാ ചെയ്യുക, മറച്ച് വെച്ചുകൊണ്ട് മണിക്കുക. മിൻ ഖബ്ലിഹിം. അവിടെ ജീമ് കാണാം. പാരായണം നിർത്താതെയും ഓതാം, രണ്ടിനും ഒരേ പ്രാധാന്യം. രണ്ടാണെങ്കിലും പാരായണം ഒരേ രൂപത്തിലാണ് അവിടെ വരിക. കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാത്തിഹി. അവിടെ ആയാത്തിഹി എന്ന് കഴിഞ്ഞിട്ട് അവിടെ ഖിലി കാണാം. പാരായണം നിർത്താതെയും ഓതാം. നിർത്തലാണ് ഏറ്റവും നല്ലത്. അങ്ങനെ നിർത്തുകയാണെങ്കിൽ ആയാത്തി എന്ന് പറഞ്ഞിട്ട് ആ ആയാത്തിഹി എന്നുള്ളതിൻ്റെ അവസാനത്തെ ഹ ഉണ്ടല്ലോ, അതിന് സുക്കൂന് കൊടുത്തിട്ട് നിർത്തുക. അപ്പോൾ ആയാത്തി എന്നുള്ള രൂപത്തിൽ. ഇനി നിർത്താതെ ഓതുകയാണെങ്കിലോ, അപ്പോൾ അവിടെ ആയാത്തിഹി, ആ ഹ ഉലമീറിൻ്റെ മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുള്ളതുകൊണ്ട് ഒരു 2 ഹർക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടുക. അപ്പോൾ ആയാത്തിഹി വല്ലാഹു അലീമുൻ ഹക്കീം. നേരത്തെ സൂചിപ്പിച്ചു, അവിടെ അലീമുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഇൽഹാറാണ് വരിക. കാരണം തൻവീന് ശേഷം ഹ വന്നു, അതുകൊണ്ട് ഇൽഹാർ ചെയ്യുക. അലീമുൻ ഹക്കീം. അവസാനത്തെ മീമിന് സുക്കൂന്, അതിന് തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം. ഈ 2 ആയത്തുകൾ നമുക്കൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ നോക്കാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലസീന ആമനൂ ലിയസ്തസിൻകുമുല്ലസീന മലക്കത് ഐമാനുകും വല്ലസീന ലം യബ്ലുഗുൽ ഹുലുമ മിൻകും സലാസ മർറാത്ത് മിൻ ഖബ്ലി സ്വലാത്തിൽ ഫജ്രി വഹീന തദഊന സിയാബകും മിനൽ ളഹീറതി വമിൻ ബഅദി സ്വലാത്തിൽ ഇശാ സലാസു ഔറാത്തിൽ ലക്കും ലൈസ അലൈക്കും വലാ അലൈഹിം ജുനാഹും ബഅദഹുൻ തവാഫൂന അലൈക്കും ബഅദുകും അലാ ബഅദ് കദാലിക യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാത്ത് വല്ലാഹു അലീമുൻ ഹകീം. വഇദാ ബലഗൽ അത്ഫാലു മിൻകുമുൽ ഹുൽമ ഫൽയസ്തസിനൂ കമസ്തസനല്ലസീന മിൻ ഖബ്ലിഹിം കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാതിഹി വല്ലാഹു അലീമുൻ ഹകീം. ഗ്രാമർ നോക്കുകയാണെങ്കിൽ യാ അയ്യുഹല്ലസീന ആമനു ലിയസ്തസിൻകും. ലി എന്നുള്ളത് ഒരു കൽപ്പനക്രിയ ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്ത ലാമാണ്. അപ്പോൾ ലിയസ്തസിൻ എന്നുള്ള രൂപത്തിൽ അവസാനത്തിലെ ആ നൂനിന് സുക്കൂന് കിട്ടും, അല്ലെങ്കിൽ അതിന് ജസ്മ് കിട്ടും. അല്ലസീന മലക്കത്ത് ഐമാനുക്കും വല്ലസീന ലം യബ്ലുഗുൽ ഹുലുമ. ലം യബ്ലുഗു, ശരിക്കും അവിടെ ബലഗ യബ്ലുഗു യബ്ലുഗൂന. യബ്ലുഗൂന എന്നുള്ള മുലാരിയായിട്ടുള്ള ക്രിയയുടെ മുമ്പിൽ ലം വരുമ്പോൾ ആ മുലാരിയായിട്ടുള്ള ക്രിയക്ക് ജസ്മ് കിട്ടും. അവസാനത്തെ അക്ഷരത്തിന് സുക്കൂനിട്ടിട്ടാണ് സാധാരണഗതിയിൽ നമ്മൾ ജസ്മ് കൊടുക്കാറുള്ളത്, പക്ഷേ എപ്പോഴും അങ്ങനെയല്ല. ഇപ്പോൾ വാവ് നൂനും ഒക്കെ പദങ്ങളിൽ അവസാനിക്കുന്ന ഇത്തരം പദങ്ങൾ വരുമ്പോൾ അതിൻ്റെ അവസാനത്തെ നൂനിനെ കളയാണ് ചെയ്യുക. അപ്പോൾ യബ്ലുഗൂന എന്നുള്ളത് യബ്ലുഗു എന്നാവും, ലം യബ്ലുഗു. ഇനി എത്തിയിട്ടില്ല എന്നാണല്ലോ അതിൻ്റെ അർത്ഥം, എത്തിയിട്ടില്ലാത്ത. എന്തെത്തിയിട്ടില്ലാത്ത? അൽ ഹുലുമ, പ്രായപൂർത്തി അല്ലെങ്കിൽ പക്വത, വിവേകം. ആ ഹുലുമ എന്നുള്ള പദം അവിടെ ഒബ്ജക്റ്റാണ്, അല്ലെങ്കിൽ കർമ്മമാണ്, മഫ്ഊലുൻ ബിഹിയാണ്. അതുകൊണ്ടാണ് അതിന് ഹുലുമ അവസാനത്തിൽ നെസ്ബ് കൊടുത്തത്. ആ ഫത്ഹ് ഇട്ടത് നെസ്ബ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മഫ്ഊലുൻ ബിഹിക്ക് എപ്പോഴും ഇറാബ് നെസ്ബായിരിക്കണം. മിൻകും സലാസ മറാത്ത്. മിൻ ഖബ്ലി, മിൻ എന്നുള്ളത് ഹർഫ് ജറാണ്. അതിനുശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും. ആ ജറ് സൂചിപ്പിക്കാനാണ് ഖബിലി അവസാനത്തെ ആ ലാമിന് കസ്റിട്ടത്, അല്ലെങ്കിൽ ഖബ്ലു എന്നാണ് വരിക. മിൻ ഖബിലി. ഖബിലി സ്വലാത്തി എന്ന് പറയുമ്പോൾ ഖബിൽ എന്നുള്ള പദത്തെ സ്വലാത്ത് എന്നുള്ള പദത്തിലേക്ക് ചേർത്തു. ഒരു ഇസ്മിനെ മറ്റൊരു ഇസ്മിലേക്ക്, ഇവിടെ ഖബിൽ എന്നുള്ളത് ലർഫായിട്ട് കൂട്ടാം. ആ ഒരു ലർഫിനെ ഇസ്മിലേക്ക് ചേർക്കുമ്പോൾ ഏതിലേക്കാണോ ചേർക്കുന്നത് അതിനെ മുലാഫിൻ ഇലൈഹി എന്ന് പറയും. മുലാഫിൻ ഇലൈഹിക്ക് എപ്പോഴും ഇറാബ് ജറായിരിക്കും. അതുകൊണ്ട് സ്വലാത്തി അവസാനത്തിൽ കസ്റിട്ട് എഴുതി. അപ്പോൾ ഇവിടെ ഖബിലി സ്വലാത്തി എന്ന് പറയുമ്പോൾ അത് ലർഫ് മുലാഫിൻ ഇലൈഹി പദപ്രയോഗമാണ്. ശരിക്ക് ഖബുലു സ്വലാത്തി എന്നാണ്. അമ്മിൻ വന്നതുകൊണ്ട് ഖബിലി എന്നായി എന്ന് മാത്രം.
ഇനി സ്വലാത്തിൽ ഫജ്രി എന്നെടുത്താൽ അതും മുലാഫുൻ ഇലൈഹിയാണ്. സ്വലാത്തിൽ ഫജ്രി, സ്വലാത്ത് എന്നുള്ളത് മുലാഫാണ്, അൽ ഫജ്ർ എന്നുള്ളത് മുലാഫുൻ ഇലൈഹിയാണ്. കാരണം ഫജ്റിലേക്ക് സ്വലാത്തിനെ ചേർത്തു. അതുകൊണ്ട് ഫജ്ർ എന്നുള്ളത് മുലാഫുൻ ഇലൈഹി ആയതുകൊണ്ട് അതിന് ജെറ് കിട്ടണം. അതുകൊണ്ടാണ് ഫജ്രി എന്നെഴുതിയത്. വഹീന തൊദഊന സിയാബക്കും മിനൽ വഹീറത്തി, മിൻ എന്നുള്ളത് ഹർഫ് ജറാണ്, അതിനുശേഷം വരുന്ന ഇസ്മുകൾക്ക് ജെറ് കിട്ടണം. അതുകൊണ്ടാണ് വഹീറത്തി അവസാനത്തിൽ കസറിട്ട് എഴുതിയത്. വമിൻ ബഅദി, അവിടെ ബഅദ എന്നുള്ള ആ ഒരു ലർഫിൻ്റെ മുമ്പ് മിൻ വന്നു. ആ മിന്നിന് ശേഷം വന്ന പദമായതുകൊണ്ട് അതിന് ബഅദി എന്ന് അവസാനത്തിൽ കസറിട്ട് എഴുതി അതിന് ജെറ് കൊടുക്കാൻ വേണ്ടിയിട്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ നേരത്തെ ഖബിലി സ്വലാത്തി എന്ന് പറഞ്ഞില്ലേ, അതേപോലെ ഇവിടെ ബഅദി സ്വലാത്തി, അതും ലർഫ് മുലാഫുൻ ഇലൈഹിയാണ്. മുലാഫുൻ ഇലൈഹി സ്വലാത്ത് എന്നുള്ള പദമാണ്, അതിന് ജെറ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ സ്വലാത്തിൽ ഇഷായി, അതും നേരത്തെ സ്വലാത്തിൽ ഫജ്രി എന്ന് പറഞ്ഞ പോലെ ഇവിടെ മുലാഫുൻ ഇലൈഹിയാണ്. സ്വലാത്ത് എന്നുള്ളത് മുലാഫ്, അൽ ഇഷാ എന്നുള്ളത് മുലാഫുൻ ഇലൈഹി. മുലാഫുൻ ഇലൈഹിക്ക് ജെറ് കൊടുത്തിട്ടുണ്ട്, അതാണ് ഇഷാ ഇ അവസാനത്തിൽ കസറിട്ട് എഴുതിയത്. സലാസു ഔറാത്തില്ലക്കും ലൈസ അലൈക്കും വല അലൈഹിം ജുനാഹുൻ ബഅദഹുൻ തൊവാഫൂന ബഅദുക്കും അലാ ബഅദ്, അലാ എന്നുള്ള ഹർഫ് ജെറ്, അതിനുശേഷം വരുന്ന ഇസ്മുകൾക്ക് ജെറ് കിട്ടണം. അലാ ബഅദിൻ അവസാനത്തിൽ കസറിട്ട് എഴുതിയത്, കസർത്തന് വേണ്ടിയിട്ട് എഴുതിയത് അലാ വന്നതുകൊണ്ടാണ്. കദാലിക യുബയ്യിനുല്ലാഹു, യുബയ്യിനു വിവരിക്കുന്നു. ആരാണ് വിവരിക്കുന്നത്? അള്ളാഹു. അപ്പോൾ അള്ളാഹു എന്നുള്ളത് അവിടെ സബ്ജക്റ്റാണ്, കർത്താവാണ്, ഫായിലാണ്. അതുകൊണ്ട് അതിന് റഫ് കിട്ടിയിട്ടുണ്ട്. ഫായിലുകൾക്ക് എപ്പോഴും ഇറാബ് റഫ് ആയിരിക്കണം. ഇനി എന്താണ് അവിടെ മഫ്ഊലുൻ ബിഹി ആയിട്ട് വരിക? അള്ളാഹു വിവരിക്കുന്നു. എന്താണ് വിവരിച്ചിരുന്നത്? അൽ ആയാത്ത്. അപ്പോൾ ആയാത്ത് എന്നുള്ള പദം അവിടെ മഫ്ഊലുൻ ബിഹിയാണ്, അത് ഒബ്ജക്റ്റാണ്, കർമ്മാണ്. അതുകൊണ്ട് അതിന് നെസ്ബ് കിട്ടണം. എങ്ങനെയാണ് അലിഫ് താ അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന ബഹുവചന രൂപത്തിലുള്ള സ്ത്രീലിംഗ പദങ്ങൾക്ക് എങ്ങനെയാണ് നെസ്ബ് കൊടുക്കുക? നെസ്ബ് കൊടുക്കേണ്ട സന്ദർഭത്തിലും ജെറ് കൊടുക്കേണ്ട സന്ദർഭത്തിലും കസർ കൊണ്ടാണ് സൂചിപ്പിക്കുക. ഇപ്പോൾ ഇവിടെ ആയാത്തി എന്ന് അവസാനത്തിൽ കസറാണല്ലോ. ശരിക്കും അവിടെ നമുക്ക് തോന്നുക നെസ്ബല്ലേ, അപ്പോൾ ഫത്തഹല്ലേ കൊടുക്കേണ്ടത്. ഫത്തഹ് കൊണ്ടല്ല എപ്പോഴും നെസ്ബിനെ സൂചിപ്പിക്കുക, കസർ കൊണ്ടും സൂചിപ്പിക്കും. അപ്പോൾ ഇവിടെ അലിഫ് താ അക്ഷരങ്ങളിൽ അവസാനിച്ച ഒരു ബഹുവചന രൂപത്തിലുള്ള സ്ത്രീലിംഗ പദമായതുകൊണ്ട് അതിന് നെസ്ബ് കൊടുക്കേണ്ട സന്ദർഭത്തിൽ കസർ കൊണ്ടാണ് സൂചിപ്പിക്കുക. അതുകൊണ്ടാണ് ആയാത്തി എന്ന് എഴുതിയത്. അപ്പോൾ അവിടെ ഒരു കസർ കണ്ടു കഴിഞ്ഞാൽ അത് നെസ്ബാണോ ജറാണോ എന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഏത് സ്ഥാനത്താണ് അത് ഇരിക്കുന്നത് നോക്കണം. ഇപ്പോൾ ഇവിടെ അത് മഫ്ഊലുൻ ബിഹിയുടെ സ്ഥാനത്താണ്, അതുകൊണ്ട് എന്തായാലും നെസ്ബ് കിട്ടേണ്ട സ്ഥാനമാണ്. അപ്പോൾ നെസ്ബിൻ്റെ സ്ഥാനത്തായതുകൊണ്ട് നമുക്കതിന് ആ കസറിനെ നെസ്ബിൻ്റെ കസർ എന്ന് പറയാം, നെസ്ബ് കൊടുക്കാൻ വേണ്ടി കൊടുത്ത കസർ എന്ന് പറയാം. വല്ലാഹു അലീമുൻ ഹക്കീം, അലീം എന്നുള്ള പദത്തെ വിശേഷിപ്പിക്കുന്ന പദം സിഫത്താണ്. ഹക്കീം എന്നുള്ളത് രണ്ടിനും ഒരേ രൂപഘടന കിട്ടണം. സിഫത്താവുമ്പോൾ അലീമുൻ ഹക്കീമുൻ രണ്ടും ഒരേ രൂപത്തിൽ ഒരേ ഇറാബോട് കൂടി എഴുതിയിട്ടുണ്ട്. അലീമുൻ എന്നുള്ളതിന് റഫ് ആണ്, ഹക്കീമുൻ എന്നുള്ളതിനും റഫ് ആണ്. അടുത്തായത് വൈദ ബലഗൽ അത്തുഫാലു, വൈദ ബലഗ എത്തിയാൽ, ആരെത്തിയാൽ, അൽ അത്തുഫാലു കുട്ടികൾ. അപ്പോൾ ആ കുട്ടികൾ, അത്തുഫാലു എന്നുള്ളത് അവിടെ സബ്ജക്റ്റാണ്, ഫായിലാണ് അല്ലെങ്കിൽ കർത്താവാണ്. ഈ ഫായിലിന് എപ്പോഴും ഇറാബ് റഫ് ആയിരിക്കും. അതുകൊണ്ടാണ് അത്തുഫാലു അവസാനത്തിൽ റഫ് ഇട്ട് എഴുതിയത്, ലമ്മിട്ട് എഴുതിയത്. ഇനി എന്തെത്തിയാൽ? അൽ ഹുലുമ, പ്രായപൂർത്തി അല്ലെങ്കിൽ ബുദ്ധി. അപ്പോൾ ഹുലുമ എന്നുള്ള പദം മഫ്ഊലുൻ ബിഹിയാണ്, അതിന് നെസ്ബ് കിട്ടണം. അതുകൊണ്ടാണ് ഹുലുമ എന്ന് എഴുതിയത്. അതിൻ്റെ ഇടയ്ക്കൊരു മിങ്കും എന്ന് കയറി വന്നു എന്നേ ഉള്ളൂ. ഫൽ യസ്തസിനു, അതെങ്ങനെ വന്നതാ? ഫ ലി യസ്തസിനു എന്നാണ് ശരിക്ക്. ഫ എന്നുള്ളത് വേറെയാണ്, ലി വേറെയാണ്, യസ്തസിനു എന്നുള്ളത് വേറെയാണ്. അവിടെ യസ്തസിനൂന എന്നുള്ളതിൻ്റെ മുമ്പിൽ ലീ വന്നപ്പോൾ ലി യസ്തസിനു എന്നായി. അതിന് ലീ വരുന്ന സമയത്ത് മുദാരിയായിട്ടുള്ള ക്രിയകൾക്ക് ജസ്മ് കിട്ടണം. ആ ജസ്മ് കിട്ടാൻ വേണ്ടി അവസാനത്തെ നൂനെ കളഞ്ഞതാണ്, അല്ലെങ്കിൽ യസ്തസിനൂന എന്ന് പറയും. അപ്പോൾ ലി യസ്തസിനു എന്നായി. ഇനി ആ ലീ എന്നുള്ളതിൻ്റെ മുമ്പിൽ വാവോ ഫ ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ലീ എന്നല്ല പറയാം, എൽ എന്നാ പറയാം. അപ്പോൾ ഫ ലി യസ്തസിനു എന്ന് പറയില്ല, ഫൽ യസ്തസിനു എന്നായിട്ട് മാറും. കമസ്തസനല്ലസീന മിൻ ഖബലിഹിം, അവിടെ മിൻ എന്നുള്ളത് ഹർഫ് ജറാണ്, അതുകൊണ്ടാണ് ഖബിലി അവസാനത്തെ ആ ലാമിന് കസറിട്ട് എഴുതിയത്, ആ മിൻ വന്നതുകൊണ്ടാണ്. കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാത്തിഹി, ഇവിടെ ഇനി അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇതിലെ ഗ്രാമർ തൊട്ട് മുമ്പത്തായത്തിൽ ഇതിലെ ഗ്രാമർ പറഞ്ഞു. വല്ലാഹു അലീമുൻ ഹക്കീം, ഇതിലെ ഗ്രാമറും തൊട്ട് മുമ്പത്തായത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞു. രണ്ട് ആയത്തുകളുടെയും അവസാനം ഏകദേശം ഒരേപോലെയാണ്, ചെറിയൊരു വ്യത്യാസമുള്ളൂ. ആദ്യ ആയത്ത് കദാലിക യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാത്തി വല്ലാഹു അലീമുൻ ഹക്കീം എന്നാണ്. രണ്ടാമത്തെ ഭാഗത്ത് കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാത്തിഹി വല്ലാഹു അലീമുൻ ഹക്കീം എന്നാണ്. ആ ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ അവസാനിക്കുന്നിടത്ത്. ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ട് ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.